ഡോക്ടർ വൈശാഖൻ തമ്പി സെറീന ട്രസ്റ്റിൻ്റെ അഭ്യുദയകാംക്ഷികളെ ഇന്ന് അല്പം സഭാകമ്പത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ വിഷയം ചരിത്രമാണ്. ഡോക്ടർ വൈശാഖൻ തമ്പിയുടേത് ഫിസിക്സ്, അതും ഏറെയും തിയററ്റിക്കൽ ഫിസിക്സാണ്. എനിക്കാകെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു ഏരിയ വിജ്ഞാനവും വിശ്വാസവും എന്നതാണ്. സയൻസിൻ്റെ രീതിശാസ്ത്രത്തെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് കൈരേഖാശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രമൊക്കെ അറിയാം, പക്ഷേ സയൻസിൻ്റെ രീതിശാസ്ത്രം അങ്ങനെ ഒന്നുണ്ടാകും എന്നറിയാം, പക്ഷേ എന്താണ് എന്നറിയില്ല. അത് കേൾക്കണം നമുക്ക്. വിശ്വാസവും വിജ്ഞാനവും രണ്ടും രണ്ടാണോ എന്ന് സംശയം എനിക്കുണ്ട്. മുമ്പ് ഇത് രണ്ടും രണ്ടാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞവരുണ്ടായിരുന്നു. വിശ്വാസം ഹൃദയത്തിൻ്റെയും വിജ്ഞാനം ബുദ്ധിയുടെയോ മനസ്സിൻ്റെയോ എന്നും പറഞ്ഞിരുന്ന കാലം. അതിലൊരു പ്രധാനപ്പെട്ട വില്ലൻ ഒരു ഫ്രഞ്ച് ഫിലോസഫറായിരുന്നു, റെനെ ദെക്കാർത്ത്. ഡ്യുവലിസം എന്ന് സാധാരണ വിളിക്കപ്പെടുന്ന ഒരു ഫിലോസോഫിക്കൽ ഐഡിയ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കോജിത്തോ എർഗോ സും, ഐ തിങ്ക് ദെയർഫോർ ഐ ആം. എൻ്റെ മാനസിക വ്യാപാരമാണ് എന്നെ ഞാൻ ആക്കുന്നത്. ശരീരത്തുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തോ ആണ് മനസ്സിൻ്റെ പ്രവർത്തനം എന്നൊരാശയം ഉണ്ടായത് അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ ഗവേഷണങ്ങൾ പലതും തെളിയിക്കുന്നത് ശരീരവും മനസ്സും അത്രയധികം വേറിട്ട രണ്ട് എൻറ്റിറ്റീസ് അല്ല എന്നാണ്. ഇതും എനിക്കധികം അറിയാത്തൊരു ഏരിയയാണ്. അതും നമുക്ക് വേണ്ടി ഡോക്ടർ വൈശാഖൻ തമ്പി വിശദമാക്കി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ തമ്പി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു ശാഖയിലാണ്. അതും എനിക്കറിയാത്തൊരു ഏരിയയാണ്. അദ്ദേഹം ജോലിയെടുക്കുന്നത് മഹാത്മാഗാന്ധി കോളേജ് തിരുവനന്തപുരം, അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ്. ഞാനിത് കൂടുതൽ വിസ്തരിക്കുന്നില്ല. നമുക്ക് ഇന്ന് പ്രഭാഷണത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെപ്പറ്റി അതിവിദഗ്ധമായി പറഞ്ഞ് സ്ഥിരപ്രജ്ഞനായ ഒരാളെയാണ്. അതിൽ എനിക്കുള്ള സന്തോഷം അതിലേറെ നിങ്ങൾക്കുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഡോക്ടർ വൈശാഖൻ തമ്പിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ ഈ വേദിയിൽ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്. എന്തായാലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശ്വാസവും വിജ്ഞാനവും സയൻസിൻ്റെ രീതിശാസ്ത്രം എന്നൊരു തലക്കെട്ടിൽ ഒതുങ്ങി നിന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ സയൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൊതുവിൽ മലയാളത്തിൽ ശാസ്ത്രം എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും പൊതുവേ മലയാളത്തിൽ തയ്യാറാക്കിയ ടൈറ്റിൽ സയൻസിനെ സയൻസായിട്ട് വെച്ചേക്കുന്നത് മലയാളത്തിലെ ശാസ്ത്രം എന്ന് പറയുന്ന വാക്കിന് തുല്യമായിട്ടല്ല ആ വാക്ക് പൊതുവിൽ മോഡേൺ സയൻസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ആദ്യത്തെ രണ്ട് വാക്കുകളിൽ സാറ് സൂചിപ്പിച്ചതുപോലെ ആ വിശ്വാസവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അവ രണ്ട് തന്നെയാണോ, ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സയൻസ് പഠിക്കുകയും പഠിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. അതിനകത്തൊരു ആധികാരികത ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഇതിനകത്ത് ഈ പറയുന്ന വിഷയങ്ങളൊന്നും എൻ്റെ സ്വന്തം ഐച്ഛിക വിഷയമായിട്ടുള്ള ഭൗതിക ശാസ്ത്രത്തിൽ
പല അറിവുകളും പറയുന്നത് പോലെ അബ്സല്യൂട്ടായിട്ട് 100% ഉറപ്പോടുകൂടി പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതിനകത്ത് കുറേയേറെ അഭിപ്രായങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒക്കെ പങ്കുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഒരു ജാമ്യം കൂടി ആദ്യമേ തന്നെ ഞാൻ എടുത്തുകൊള്ളട്ടെ. ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സത്യത്തിൽ ഇംഗ്ലീഷിൽ നോളജ് എന്ന് പറയുന്ന വാക്കിന് തുല്യമായിട്ടാണ്. എപ്പോഴും നമ്മൾ ഈ ബിലീഫ് വേഴ്സസ് സയൻസ് എന്ന് പറയുന്നൊരു ഡിബേറ്റോ തർക്കമോ വഴക്കോ ഒക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. പൊതുവിൽ സയൻസ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം സംസാരിക്കപ്പെടേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയത്. അപ്പോൾ നോളജ് വേഴ്സസ് ബിലീഫ്, ഇതാണ് ആദ്യം നമുക്കൊന്ന് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം. ഞാനൊരു സാങ്കല്പികമായിട്ടുള്ളൊരു ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ വാശി പിടിക്കാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ലോകവീക്ഷണത്തെ വ്യക്തിപരമായി ഞാൻ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ലോകവീക്ഷണത്തെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമുണ്ടെങ്കിൽ അത് മനുഷ്യരെ പ്രപഞ്ചത്തിലെ അനേകം പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളിൽ ഒന്ന് മാത്രമായിട്ട് പരിഗണിക്കാതെ അതിൽ നിന്ന് മാറ്റി നിർത്തി ആലോചിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ എപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യരെന്ന നിലയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു സ്ഥിരം നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണത്. മനുഷ്യൻ അല്ലെങ്കിൽ മാൻ വേഴ്സസ് ദ വേൾഡ് എന്നാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുക. മനുഷ്യനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി ആലോചിക്കുക. ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് മനുഷ്യരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കുകയോ കാണാൻ നിരീക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു ആളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് മാത്രമല്ല, ഭൂമിയിൽ ജീവനുള്ളതായിട്ട് നമുക്കറിയാവുന്ന അനേകം ജീവിവർഗങ്ങളിൽ ഒന്ന് മാത്രമായിട്ടാണ് മനുഷ്യവർഗത്തെ ഞാൻ കാണുന്നത്. ഒരുപാട് രീതിയിൽ മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് മനുഷ്യർ വ്യത്യസ്തരാണെങ്കിലും ആ വ്യത്യസ്തതകളെക്കാൾ കൂടുതൽ മറ്റു ജീവികളുമായിട്ട് സാമ്യങ്ങളാണ് നമ്മൾ കൂടുതൽ കാണേണ്ടത്. ഇപ്പോൾ ലോകത്തെ ഇന്ന് നമുക്കറിയാവുന്ന ഏത് ജീവിവർഗത്തെ എടുത്തു കഴിഞ്ഞാലും ഭൂമിയിലെ മുഴുവൻ ജീവിവർഗങ്ങളും തമ്മിൽ ഏതാണ്ട് 300 ജീനുകളെങ്കിലും കോമൺ ആയിട്ട് പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ഈ ഏത് ജീവി ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മജീവികളായ അമീബയോ ബാക്ടീരിയയോ ഉൾപ്പെടെയാണ്. അത്രയും സൂക്ഷ്മമായ തലത്തിൽ പോലും അല്ലെങ്കിൽ നമുക്ക് മറ്റു ജീവികളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നില്ലായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കാഴ്ച എന്ന് പറയുന്നത് ചുറ്റുപാടിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നും ചുറ്റുപാടുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാവുന്ന കാഴ്ചയുള്ള എല്ലാ ജീവികളും ഇത് ഏതാണ്ട് ഒരേ ജനിതക സവിശേഷതകൾ കൊണ്ടാണ് നിർവഹിക്കുന്നത്. അപ്പോൾ കാഴ്ചയുള്ള എല്ലാ ജീവികളും തമ്മിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് ജീനുകൾ സമാനമാണ്. അപ്പോൾ അതുപോലെ ബോഡിലി ഫങ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ എല്ലാ ജീവിജാലങ്ങളും നമുക്കറിയാവുന്ന ജീവജാലങ്ങൾ അവയുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന ATP എന്ന് ചുരുക്കി വിളിക്കുന്ന ഒരു തന്മാത്രയുടെ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ തീർത്തും വ്യത്യസ്തമെന്ന് തോന്നുമ്പോൾ പോലും ഒരേ തന്മാത്രയാണ് ഈ ജീവികൾ ഊർജത്തിനുള്ള കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ചില സാമ്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തന്നു ഉദാഹരണമായിട്ട്. അതായത് മനുഷ്യജീവി എന്ന് പറയുന്നത് മറ്റു ജീവികളെ പോലെ തന്നെ ജീവിവർഗങ്ങളുടെയോ ഭൂമിയിലെ ജീവൻ്റെ ചരിത്രത്തിലെയോ ഒരു നൈരന്തര്യം നമ്മൾ പരിശോധിച്ചാൽ അതിലെ ഒരു കണ്ണി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഉദാഹരണം പ്രസക്തമാകുന്നത്. ഇപ്പോൾ ഒരു അമീബയെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ, അമീബ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഏകകോശ ജീവിയാണ്. അമീബയ്ക്ക് ചലിക്കാൻ കഴിയും വെള്ളത്തിലൂടെ. അതിൻ്റെ ഒരു ശരീരം എന്ന് പറയുന്നത് ഒരു കോശം മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങൾ ചേർന്ന ഒരു ബഹുകോശ ജീവിയാണ് നമ്മളൊക്കെ. പക്ഷേ ഒരു കോശം മാത്രമാണ് ഒരു അമീബയുടെ ശരീരം. പക്ഷെ അതിന് ചലിക്കാൻ കഴിയും. ആ ശരീരത്തിൻ്റെ ഷേപ്പ് മാറ്റി ചലിച്ചാണ് അത് ഒരു പ്രത്യേക രീതിയിൽ തുഴഞ്ഞാണ് അത് വെള്ളത്തിൽ കൂടെ നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നീങ്ങുന്ന ഒരു അമീബയെ സങ്കല്പിക്കുക. ഈ അമീബയ്ക്ക് ഇപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിൻ്റെയൊക്കെ അംശമുള്ള ഭാഗങ്ങളിൽ അതിന് ഷുഗർ അകത്തേക്ക് എടുക്കാനും അതിൻ്റെ ശരീരത്തിൻ്റെ ഊർജ്ജം ഉണ്ടാക്കാനുള്ള റിസോഴ്സായിട്ട് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അമീബയെ സംബന്ധിച്ചിടത്തോളം ഷുഗർ അതിന് ഇഷ്ടമാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിനകത്ത് ശരിയായിട്ടുണ്ടാകും. അമീബയ്ക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. അമീബയ്ക്ക് ഷുഗർ ഗുണമുള്ളൊരു സംഗതിയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശെന്ന് വിളിക്കുന്ന ഒരു സംഗതി അത് ടോക്സിക്കാണ്. അമീബ ഉള്ള ഒരു വെള്ളത്തിൽ തുരിച്ച് കലർന്നാൽ അത് ചത്തുപോകും, അതിൻ്റെ കോശം നശിച്ചു പോകും. അപ്പോൾ അമീബ ഇങ്ങനെ നമ്മുടെ ഉദാഹരണത്തിലെ അമീബ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കോപ്പർ സൾഫേറ്റിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അമീബ ഇതിനെക്കുറിച്ച് അറിയാതെ ഈ കോപ്പർ സൾഫേറ്റുള്ള സ്ഥലത്ത് ചെന്ന് ചാകുമെന്നാണോ, അതോ ഇതൊരു വിഷവസ്തുവാണ് എന്ന് മനസ്സിലാക്കി അത് സ്വന്തം സുരക്ഷ നോക്കി പിന്നിലേക്ക് പോകുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? മനുഷ്യർക്ക് മാത്രം കഴിയുന്ന മനുഷ്യൻ്റെതാണല്ലോ അറിവ്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് നമ്മളതിനെ വിളിക്കുന്നു, തുരിശത്ത് നമ്മൾ വിളിക്കുന്നു. അത് ഒരു കോശത്തിന് അപകടം ചെയ്യാൻ പോകുന്ന ഒരു വസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് പിന്മാറാനുള്ള കഴിവ് അമീബയ്ക്കുണ്ടോ? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ട്. ആ കഴിവില്ലെങ്കിൽ അമീബയ്ക്ക് തുറന്ന് ജീവിക്ക് ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതിന് മനസ്സിലാവും.
പക്ഷേ അതിന് വാക്ക് നമ്മൾ മനുഷ്യരുടെ വാക്കാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാകും, അത് അറിയും. അതാണ് ഞാൻ ആ കോൺട്രാസ്റ്റിന് ഉപയോഗിക്കുന്നത്. അമീബ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ് കലർന്ന ഭാഗത്ത് നിന്നും മറുദിശയിലേക്ക് അത് നീന്തി മാറും, അതിന് സാധിക്കും. ഇനി മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ഉദാഹരണം. അമീബ ഒരു ജീവിയാണ്, മനുഷ്യൻ വേറൊരു ജീവിയാണെന്ന് പരിഗണിച്ചാൽ, നമ്മളൊരാൾ കഴിഞ്ഞ ഒരു നിരത്തിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകും, പെട്ടെന്നൊരു പേപ്പട്ടി കുരച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ചാടുകയാണ്. നമ്മൾ ഒരു നിമിഷം ഒന്ന് പേടിക്കും, നമ്മൾ വൈകാരികമായിട്ടൊന്ന് പ്രതികരിക്കും ആദ്യം. പിന്നെ നമ്മളൊന്ന് ബൗദ്ധികമായി ആലോചിക്കാനുള്ള സാവകാശമോ ഒരുപക്ഷെ ശേഷിയോ നമുക്കപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മൾ പ്രതികരിക്കുന്നത് ഒരു ഭീഷണിയോട് എങ്ങനെയാണോ ഒരു ജീവി റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഒന്നുകിൽ പട്ടിയെ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കും, പിന്നെ ഫൈറ്റ് റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്, നമ്മൾ അതിനോട് പൊരുതാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് റെസ്പോൺസാണ് കാണിക്കുന്നത്, നമ്മൾ അവിടുന്ന് ഓടും. ഇവിടെ ഒരു താരതമ്യമാണ് നമുക്ക് നടത്തേണ്ടത്. ഈ അമീബ കോപ്പർ സൾഫേറ്റ് കണ്ടിട്ട് നീന്തി മാറുന്നത് പേപ്പട്ടിയെ കണ്ട് പേടിച്ചിട്ട് മനുഷ്യൻ ഓടി മാറുന്നത് തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ രണ്ടും ഒരേ പെരുമാറ്റമാണ്, ഒരേ കാര്യമാണ്. അതായത് ത്രെട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ ത്രെട്ട് ഒഴിവാക്കുന്നതിനകത്ത് പല ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഈ ത്രെട്ടായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്ന, ത്രെട്ടെന്ന് നമ്മൾ കാണുന്ന ഈ വസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയണം, അത് ത്രെട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം, എന്നിട്ട് ആ ഡിസിഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ഇങ്ങനെയാണ്, ഇത്രയാണ് ഘട്ടങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ആ പട്ടി കുറച്ച് ചാടുമ്പോൾ നമ്മളത് കേൾക്കുകയോ അതിൻ്റെ കാഴ്ച കൊണ്ട് നമുക്കൊരു സെൻസറി ഇൻപുട്ട് നമ്മൾ അകത്തേക്ക് എടുക്കുന്നുണ്ട്. കാഴ്ച, കേൾവി. അതുകൊണ്ട് അതിന് പട്ടിക്ക് ചിലപ്പോൾ ഒരു മോശം കണ്ടീഷൻ തരുന്ന പട്ടിയാണ്, ചിലപ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ പിന്നെ അടുത്ത് അസസ് ചെയ്യുകയാണ്, ഇത് എന്ത് കണ്ടീഷനിലാണ് നിൽക്കുന്നത്, ഇതിനെ എനിക്ക് ഓടിത്തോപ്പിക്കാൻ പറ്റുമോ, ഇതിനെ എനിക്ക് പേടിപ്പിക്കാൻ പറ്റുമോ, ഇങ്ങനൊരു അസസ്മെൻറ്റ് നടത്തുന്നുണ്ട്, എത്രത്തോളം ത്രെട്ടാണ്, എങ്ങനെ പെരുമാറണം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഈ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഓടാമെന്ന് തീരുമാനിച്ചിട്ട് ഓടുകയാണ്. പറയുമ്പം നീണ്ട പ്രവൃത്തിയാണെങ്കിലും ആക്ച്വൽ സിറ്റുവേഷനിൽ ഇതെല്ലാം പെട്ടെന്ന് നടക്കും. അവിടെ ബൗദ്ധികമായിട്ട് ആലോചിക്കാനുള്ള സമയമില്ല. ചിലപ്പോൾ പട്ടിയെ ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ. പക്ഷെ അത് നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടേ ആലോചിക്കുള്ളൂ, ശരി എനിക്കത് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഓടണ്ടായിരുന്നു, ഞാനൊരു കല്ലെടുത്തിരുന്നെങ്കിൽ പക്ഷേ പട്ടി ഓടിയനെ. പക്ഷേ എനിവേ നമ്മൾ ആ ത്രെട്ടിനോട് റെസ്പോണ്ട് ചെയ്യും. അമീബ ഇത് ചെയ്യും. പക്ഷേ താരതമ്യം വരേണ്ടത്, നമ്മൾ ഈ ത്രെട്ടിനോട് റെസ്പോണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ടൂൾസ് എന്തൊക്കെയാണ്. ഈ സംഗതി കണ്ടാൽ ഇത് അപകടം പിടിച്ചതാണ് എന്ന്, അതൊരു ത്രെട്ടാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നതിന് നമ്മൾ ചില അറിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അമീബ ഇതുപോലൊരു അറിവ് ഉപയോഗിക്കുന്നുണ്ടോ? അമീബ ഉപയോഗിക്കുന്ന ആ സംഗതിയെ ഒരുപക്ഷെ മനുഷ്യർ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ അറിവ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിച്ചില്ലായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ലോകത്തെ എല്ലാ ജീവികളും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നത്. അത് പല രീതിയിൽ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയണം, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള വിവരം അകത്തേക്ക് എടുക്കണം. അതിന് സെൻസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനുഷ്യരും വലിയ ജീവികൾ, അനിമൽസ് നമ്മൾ വിളിക്കുന്ന ജീവികൾക്കെല്ലാം സെൻസ് ഓർഗൻസ് ഉണ്ട്. നമ്മൾ പൊതുവെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്ന ബാഹ്യ വിവരം അകത്തേക്ക് എടുക്കാൻ, അത് പ്രകാശത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഇൻഫർമേഷനാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതെങ്കിൽ നമ്മളത് കാഴ്ച എന്നാണ് വിളിക്കുക. ചുറ്റുപാടുകളിലെ കമ്പനം, വൈബ്രേഷനാണ് നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പറയുമ്പോൾ ടെക്നിക്കൽ വാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ അതാണ് കേൾവി. ഇതൊരു ഫിസിക്കൽ സെൻസാണ്. ഇനി ശരിക്കും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രഷർ വ്യത്യാസം പോലുള്ള ശരീരത്തിൽ കോണ്ടാക്റ്റിലൂടെ വരുന്ന വ്യത്യാസമാണെങ്കിൽ നമ്മൾ അതിനെ സ്പർശം എന്ന് വിളിക്കും. ഇത് മൂന്നും ഫിസിക്കൽ സെൻസസ് ആണ്. രണ്ട് കെമിക്കൽ സെൻസസ് കൂടിയുണ്ട്, അത് രാസപ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. അത് ഒന്ന് ഗന്ധവും മറ്റൊന്ന് രുചിയുമാണ്. ഗന്ധമാണെങ്കിൽ മൂക്കിലെ ചില തന്മാത്രകളുമായിട്ട് വായുവിലൂടെ അവിടെ എത്തുന്ന ചില തന്മാത്രകൾ നടത്തുന്ന രാസപ്രവർത്തനം ഉണ്ടാക്കുന്ന സിഗ്നലാണ് ബ്രെയിൻ ഒരു ഇൻഫർമേഷനായിട്ട് മനസ്സിലാക്കുന്നത്. നാക്കിലാണ് ആ രാസപ്രവർത്തനം നടക്കുന്നതെങ്കിൽ അത് നമ്മൾ രുചിയായിട്ട് മനസ്സിലാക്കും. ഇത് രണ്ടും കെമിക്കൽ സെൻസ്. ഈ 5 സെൻസസ് ആണ് നമ്മൾ പൊതുവെ പുറമേ നിന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അമീബ എങ്ങനെയാണ് മനസ്സിലാക്കുക? അമീബ ഇതുപോലെ ആലോചിച്ച് തീരുമാനിച്ചല്ല മാറുന്നത്. പക്ഷേ അമീബയുടെ ശരീരം ഇവോൾവ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചില രാസവസ്തുക്കൾക്ക് പുറത്തെ രാസവസ്തുക്കളുമായിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ട്. അത് എന്ത് തരം റിയാക്ഷനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നേരെയുള്ള ചലനത്തെയാണോ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതിൽ നിന്നും പിന്നിലേക്കുള്ള ചലനത്തെയാണോ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നൊരു ഡിസിഷൻ തന്മാത്രാ തലത്തിൽ അമീബയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് അമീബ ആലോചിച്ച് തീരുമാനിക്കുന്നതല്ല. പരിണാമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിൻ്റെ അതിനോടുള്ള റെസ്പോൺസ്, പ്രതികരണം എന്ന രീതിയിൽ അതിനെതിരെ നീന്താനുള്ള ഒരു ജനിതക ഓർമ്മ ഉണ്ടായിട്ടുള്ള അമീബകൾക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ അടുത്ത തലമുറയ്ക്ക് അതേ ജനിതക ഓർമ്മയായിരിക്കും ഉണ്ടാവുക. അവരെല്ലാം ഇത് തന്നെ ചെയ്യും. അല്ലാതെ ഇത് കോപ്പർ സൾഫേറ്റ് ആണെന്ന് മനസ്സിലാക്കി അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നിലേക്ക് പോകുന്നുണ്ടാവില്ല. പക്ഷെ മനുഷ്യന് ഈ ജനിതകമായ ഓർമ്മകൾ പലതുമുണ്ട്. നമുക്ക്
തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലുമുള്ള ഒരു പേടി എന്ന് പറയുന്നത് താഴേക്ക് വീഴുമോ എന്നുള്ള പേടിയാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ ഒരു കട്ടിൽ കിടത്തിയിട്ട് പോകാൻ പേടിയാണ്, അവർ ഇഴഞ്ഞൊന്നും താഴെ വീണ് പോകുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ കട്ടിലിൽ നിന്നും ഇഴഞ്ഞ് താഴെ വീഴുന്നത് എത്രത്തോളം സാധാരണമാണ്, വളരെ അപൂർവമായിട്ടുള്ള സംഭവമാണ്. അവർക്ക് ചില ജഡ്ജ്മെൻറ്റ്, കുഞ്ഞുങ്ങളെ ഏറ്റവും ആദ്യം പേടിക്കാൻ പഠിക്കുന്ന ഉയരത്തെയാണ്. അവർ താനെ എങ്ങനെ ഇഴഞ്ഞു വന്ന് താഴേക്ക് വീഴില്ല, അവർക്ക് അറിയാം താഴേക്ക് വീഴുന്ന അപകടമാണ്. വളരെ ചെറിയ ശിശുക്കളുടെ കാര്യമാണ് പറയുന്നത്. ജനിതകമായിട്ട് നമുക്ക് ചില ഓർമ്മകളുണ്ട്. പക്ഷെ മനുഷ്യന് വേറെ ചില കാര്യങ്ങളിൽ മറ്റു ജീവികളുടെ ഈ അറിവ്, ഞാൻ ആ വാക്ക് ആ അർത്ഥത്തിൽ ഇനി ഉപയോഗിക്കാം, അറിവിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മളുടെ സങ്കീർണമായൊരു മസ്തിഷ്കം ഉള്ളതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളെ അസസ് ചെയ്യുന്ന പ്രോസസ്സ് വലുതാണ്. ഈ അസസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അത് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. മറ്റൊരു ജീവിക്ക് സാധ്യമല്ലാത്ത രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ പടം വരച്ച് നമ്മൾ വെക്കും. നമ്മൾ മനുഷ്യൻ്റെ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആർക്കിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ കേവ് പെയിൻറ്റിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളിലെല്ലാം കുറേ ഇൻഫർമേഷനാണ് ഉള്ളത്. വേട്ടയാടാൻ കഴിയുന്ന മൃഗങ്ങൾ, നമുക്ക് ത്രട്ടാകാൻ സാധ്യതയുള്ള മൃഗങ്ങൾ, നമ്മൾ പേടിക്കുന്ന സംഗതികളോടുള്ള ആരാധന, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കോമൺ തീമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഈ ചിത്രങ്ങളെല്ലാം എവിടെ വരച്ചേക്കുന്നത്? പലപ്പോഴും വളരെ ഇടുങ്ങിയ ഗുഹകളുടെ ഉള്ളിൽ നേരെ നിന്നാൽ ശ്വാസം പോലും കിട്ടാത്തത്രയും ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ, ഒരു ഗുഹയുടെ ഉള്ളിൽ ഞെരുങ്ങി നിന്ന് ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ഉയരമുള്ള സ്ഥലത്ത് ചുവരിൽ മച്ചിലാണ് പല ചിത്രങ്ങളും വരച്ചേക്കുന്നത്. അതായത് മനുഷ്യൻ ആദ്യമായി എക്സ്പ്രസ് ചെയ്യുന്നത്, വിവരം കമ്മ്യൂണിക്കേറ്റ് ശ്രമിക്കും. ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വാല്യൂ അതിന് കൽപ്പിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആരാണ് നേരെ ശ്വാസം കിട്ടാത്ത സ്ഥലത്ത്, ഇത്ര ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് മണിക്കൂറുകളെടുത്ത് മാത്രം വരയ്ക്കാൻ കഴിയുന്ന ചിത്രം ഒരു ഗുഹയുടെ മച്ചിൽ വരച്ചു വെക്കുക? അപ്പം മനുഷ്യൻ അങ്ങനെ സിംബോളിക്കായിട്ട് അറിവുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അത് നേരിട്ട് ചിത്രങ്ങളായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിക്ടോഗ്രാഫ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എഴുത്തിനെ കുറിച്ചാണ്. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ഭാഷയിലൂടെ വാമൊഴിയായിട്ട് പ്രകടിപ്പിക്കാൻ, ശബ്ദങ്ങൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും ഒക്കെ പ്രകടിപ്പിക്കാൻ നമ്മൾ പഠിച്ചു. അതിന് ലക്ഷക്കണക്കിന് വർഷത്തെ മനുഷ്യർക്ക് മുമ്പേ നമ്മുടെ പൂർവിക ജീവികൾ തന്നെ അത് ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. പക്ഷേ എഴുത്ത് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ വലിയൊരു അഭ്യാസമായിട്ടാണ് ചെയ്തത്. നമ്മൾ ഓരോരുത്തരും സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ആയും ഈയും ഒക്കെ എഴുതാൻ പഠിച്ചത് എത്ര ബുദ്ധിമുട്ടിയാണെന്ന് പക്ഷേ നമ്മളിപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളെ നോക്കിയാൽ അവർ എത്ര ബുദ്ധിമുട്ടിയാണത് പഠിച്ചെടുക്കുന്നതെന്ന് കാണാനും പറ്റും. കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള ഏറ്റവും ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്താണ്? അവനിപ്പോൾ എല്ലാം സംസാരിക്കുന്നത്. കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര പെട്ടെന്നാണ് കുഞ്ഞ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ കുഞ്ഞ് എഴുതാൻ തുടങ്ങും. ഈ പ്രോഗ്രസ് കാണാറുണ്ടോ? അപ്പോൾ കേൾക്കുന്നത് പുകഴ്ത്തലോ എക്സൈറ്റ്മെൻറ്റോ അല്ല, പരാതിയാണ്. അവൻ എഴുതത്തേ ഇല്ല എന്നാണ്. കുഞ്ഞിനെ വഴക്കുറയുന്നത്, എടാ ഇങ്ങനെയല്ല തിരിച്ചെഴുതൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വഴക്കുറ. അതായത് ഈ എഴുത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ കഷ്ടപ്പെട്ട് കൾച്ചറലെ പ്രാക്ടീസ് കൊണ്ട് സ്വായത്തമാക്കിയിരിക്കുന്ന ഒരു ഭയങ്കര സ്കില്ലാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമുക്കത് നോർമലായിട്ട് തോന്നുന്നതാണ്, അല്ല. പക്ഷെ മനുഷ്യർ അതുവഴി അറിവിനെ കോഡ് ചെയ്ത് വെക്കാൻ പഠിച്ചു, സിംബോളിക്കായിട്ട്. അത് ആദ്യം ചെയ്യുന്നത് ചിത്രങ്ങളായിട്ട് തന്നെ, വസ്തുക്കളെ സൂചിപ്പിക്കാൻ ആ വസ്തുക്കളെ തന്നെ വരച്ചു വെക്കുക, പിക്ടോഗ്രാം എന്ന രീതിയിൽ. പിന്നെ അതിനുശേഷം അത് ഐഡിയോഗ്രാംസായി, ആശയങ്ങളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളായി. പിന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ, ആൽഫബറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യൻ്റെ അറിവിനെ കൈകാര്യം ചെയ്യുന്ന രീതിയെ ഭയങ്കരമായിട്ടും വിപ്ലവകരമായിട്ടും മാറ്റിമറിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഷേക്സ്പിയറുടെ ഒരു കഥ നമ്മളിപ്പോൾ വായിക്കുമ്പോൾ 1600-കളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ചിന്തകൾ അതേപടി 2025 നമ്മൾ ആക്സസ് ചെയ്യാണ്. വേറെ ഏത് ജീവിക്കാണ് ഇത് സാധിക്കുക? ഷേക്സ്പിയറുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ചിമ്പാൻസി എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് ഇന്നത്തെ കാലത്ത് ഒരു ചിമ്പാൻസിക്ക് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അന്ന് ചിമ്പാൻസികൾ ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെ ഇന്നത്തെ ചിമ്പാൻസികൾക്ക് അറിയാമോ? ഏതെങ്കിലും ചിമ്പാൻസി ഇനി വരുന്ന ചിമ്പാൻസികൾക്ക് ആമസോൺ വനത്തിൽ വാസം സാധ്യമോ എന്ന കവിത എഴുതുമോ? മനുഷ്യരാണ് എഴുതുന്നത്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? നമ്മൾ ചിന്തിക്കുന്നതെല്ലാം സമയത്തിൽ പിന്നിലേക്കും മുമ്പിലേക്കും ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ചിന്ത ഭയങ്കര കോംപ്ലക്സ് ആണ്. പക്ഷെ ബാക്കി മൃഗങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് വർത്തമാനകാലമേ ഉള്ളൂ. അവർ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഭൂതകാലത്ത് എന്തായിരുന്നു എന്ന് അവർക്കറിയില്ല. ഓർമ്മകളുണ്ടായിരിക്കാം, പക്ഷേ അത് അറിവ് എന്ന രീതിയിൽ അവർ പ്രോസസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സിംബോളിക്കായിട്ടും അബ്സ്ട്രാക്റ്റായിട്ടും അറിവുകളെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്നും മനുഷ്യന് മാത്രം ഉള്ളതാണ് മെറ്റാകോഗ്നിഷൻ. നമുക്ക് അറിവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഞാൻ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? നമ്മളിപ്പോൾ പെഡഗോഗിയൊക്കെ പഠിപ്പിക്കുക, എന്താണ് ചെയ്യുന്നത്, എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ പഠിക്കാം, പഠിക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, വേറൊരു ജീവി ആലോചിക്കത്തില്ല. സിംഹത്തെ കണ്ടാൽ ഓടണമെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊരു മാൻ ചിന്തിക്കുന്നുണ്ടോ? സിംഹത്തെ കണ്ടാൽ അത് ഓടുകയല്ലാതെ ഈ ഓട്ടം എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചോ, ഞാൻ എങ്ങനെയാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഒരു മാനില്ല. പിന്നെ ഈ എഴുത്ത്
എന്നോടുകൂടി നേരത്തെ പറഞ്ഞ തലമുറകൾ കടന്ന് നമ്മൾ ക്യൂമുലേറ്റീവായിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു കുരങ്ങൻ കുഞ്ഞിനും ഒരു നട്ട് എങ്ങനെ പൊട്ടിക്കാമെന്ന് പഠിച്ചെടുക്കണം മനുഷ്യൻ. പക്ഷേ ഇനി ചക്രം കണ്ടുപിടിക്കണ്ട, ചക്രം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ചക്രത്തിൻ്റെ ഇന്നത്തെ ഒരു ബെൻസ് കാറിലിരിക്കുന്ന ടയറും പഴയ ചക്രത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. പക്ഷേ ആ ചക്രവും ഇന്നത്തെ ആദ്യം നമ്മൾ വിപ്ലവം എന്ന് വിളിക്കുന്ന സ്പോക്ഡ് വീലും ബെൻസ് കാറിൻ്റെ ചക്രവും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ ചക്രം റീഇൻവെൻറ്റിംഗ് ദ വീൽ എന്നൊരു പ്രയോഗം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. ഓൾറെഡി അറിയാവുന്ന കാര്യം ഫ്രഷായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനാണ് അത് പറയുന്നത്. അപ്പം മനുഷ്യർക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അറിവിനെ ക്യുമുലേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഒന്നിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത അറിവുണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ മുകളിൽ പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ കൗണ്ടർ ഫാക്ച്വൽ ആയിട്ടുള്ള ആലോചനകൾ, നീ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്ന് മനുഷ്യൻ പറയുമ്പോൾ ചെറിയ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്. വേറൊരു ജീവിക്കും ഈ ചെയ്യുമായിരുന്നില്ലെങ്കിൽ എന്ന് ആലോചിക്കാൻ പറ്റില്ല, കാരണം ചെയ്ത് കഴിഞ്ഞു. പൊതുവെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുന്ന നിങ്ങൾ അത് ചെയ്യരുത് എന്ന് കുട്ടിയോട് പറയരുത്. എന്തുകൊണ്ടാൽ ഈ ചെയ്യാതിരിക്കുന്ന അവസ്ഥ കുട്ടിക്ക് അറിയില്ല. കുറച്ച് പ്രായമായാൽ, കുറച്ചുകൂടെ വളർന്നാൽ ഈ ചെയ്യാതിരിക്കുക, നിങ്ങൾ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാം. ചെയ്യാതിരിക്കുന്നത് എങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെയാണ് ചായ ഇടാൻ പാടില്ലാത്തതെന്ന് നമ്മളെങ്ങനെ കാണിച്ചു കൊടുക്കും? ചായ ഇങ്ങനെ ഇടുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഈ കോംപ്ലക്സ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഈ ചെയ്യരുതായികയും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ആക്ച്വലി ആരും അത് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രസം എഴുതാം. പക്ഷേ ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, ഇനിയൊട്ട് സംഭവിക്കത്തുമില്ല. പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാനും വാചാലരാകാനും കഴിയും. ഇത് വേറൊരു ജീവിക്കും പറ്റില്ല. അപ്പോൾ അറിവ് എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ഈ വിശ്വാസവും വിജ്ഞാനത്തിലെ വിജ്ഞാന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ അറിവിന് മറ്റു ജീവികളുടേതുപോലെ അറിവാണെങ്കിൽ പോലും മറ്റൊരുപാട് രീതിയിൽ ഈ അറിവിൻ്റെ തലം നമുക്ക് വ്യത്യസ്തമാണ്. ഇതാണ് നമ്മൾ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇതുമായിട്ട് ആ കോൺട്രാസ്റ്റ് വരുന്ന വാക്ക് വിശ്വാസം. എന്താണ് വിശ്വാസം? ഇപ്പോൾ എന്താണ് അറിവ്? വാട്ട് ഈസ് നോളജ്? നോളജിനെ കുറിച്ച് പറയുന്ന ഫിലോസഫിയിൽ പറയുന്ന എപ്പിസ്റ്റമോളജിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗം. ഇപ്പോൾ എപ്പിസ്റ്റമോളജിയിൽ എന്താണ് അറിവ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. പ്ലേറ്റോയുടെ കാലം മുതലേ ഉള്ള ഒരു ഉത്തരവാണ്. അതിനെ എന്താണ് അറിവ് എന്ന് വിവരിക്കുന്ന തിയറിയെ വിളിക്കുന്നത് JTB തിയറി എന്നാണ്. ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് എന്നാണ് അറിവിനെ എപ്പിസ്റ്റമോളജിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്. അതിലൊരു വാക്കുണ്ട്, ബിലീഫ്. നിങ്ങളുടെ ഒരു ബിലീഫാണ് അറിവ്. പക്ഷെ ബിലീഫ് എല്ലാം അറിവാകില്ല. അതിന് മുമ്പ് 2 കണ്ടീഷൻസ് കൂടെ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ട്രൂ ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ്. ഇത് 3ഉം ചേർന്നാലേ അറിവാകൂ. ഇത് 3ഉം ചേർന്നാലും അറിവാകില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഉദാഹരണത്തിന് എഡ്മണ്ട് ഗെറ്റിയർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഗെറ്റിയർ പ്രോബ്ലംസ് എന്നറിയപ്പെടുന്ന ചില ഉദാഹരണങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇത് 3ഉം ചേർന്നാൽ പോലും അത് അറിവെന്ന് വിളിക്കാൻ കഴിയില്ല എന്ന്. നമുക്ക് അത്രയും വിശദമായിട്ട് ഇപ്പോൾ പോകണ്ട. ഈ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫിൽ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി ഉരുണ്ടതാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തർക്കമില്ലാതെ അറിയാൻ പറ്റും. ഇനി ഭൂമി ശരിക്കും ഉരുണ്ടതാണെങ്കിലും ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ പോകുന്ന കാരണങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അപ്പം ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നിങ്ങളുടെ അറിവായിരിക്കുമോ? ഇല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു കാര്യത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അത് നിങ്ങളുടെ അറിവാകൂ. പക്ഷേ വിശ്വസിച്ചതുകൊണ്ട് മാത്രം അത് അറിവാകില്ല. കാരണം അത് ട്രൂ ആയിരിക്കണം. ട്രൂ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതായിരിക്കണം, വാസ്തവമായിരിക്കണം. അപ്പം ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ശരിക്കും ഭൂമി ഉരുണ്ടതായിരിക്കുകയും ചെയ്യണം. അല്ലാതെ ഭൂമി പരന്നാണെന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്, പക്ഷേ ഭൂമി പരന്നതാണെന്നുള്ളത് എൻ്റെ അറിവല്ല. കാരണം ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തത്, ഇനി യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലിറങ്ങി ആളുകളുടെ അടുത്ത് ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെല്ലാം പറയും, ഭൂരിഭാഗം പേരും പറയും ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. പക്ഷെ നിങ്ങളിതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു നോക്കും. അവർ പറയും സ്കൂളിൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഗ്ലോബ് ഉരുണ്ടിട്ടാണ്, ഇൻ്റർനെറ്റിൽ കാണുന്ന ഭൂമിയുടെ പടങ്ങളെല്ലാം ഉരുണ്ടിട്ടാണ്, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഭൂമി പരന്നതാണ് എന്നൊരു ചർച്ച മുമ്പോട്ട് വെച്ച് നോക്കൂ. ഇത് കേരളത്തിൽ മലയാളത്തിലെ സൈബർ സ്പേസിൽ ഇത്തരം ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് 13 കൊല്ലം മുമ്പ് ഞാൻ ഒരു പ്രഭാഷണം നടത്തിയത് യൂട്യൂബിൽ കിടപ്പുണ്ട്. പരന്ന ഭൂമി എന്നാണ് ആ ടൈറ്റിൽ. ഞാൻ ഈ ഭൂമിയുടെ രൂപത്തെ ഒരു ഉദാഹരണമായിട്ട് എടുത്ത് എങ്ങനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് വർക്ക് ചെയ്യുന്നതെന്നാണ് 1 മണിക്കൂർ നീണ്ട ആ പ്രഭാഷണത്തിലൂടെ ചെയ്തേക്കുന്നത്. ആ പ്രഭാഷണം ഓൺലൈൻ വന്നപ്പോൾ ഭയങ്കര കൗതുകരമായിട്ടൊരു കാര്യം അതിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വന്നു. കുറേ ആളുകൾ ഇയാൾ പരന്ന ഭൂമി എന്ന് പേരിട്ടിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു കമൻറ്റ്. ഞാൻ ആദ്യം വിചാരിച്ചു സർക്കാസ്റ്റിക് ആയിട്ട് കമൻറ്റ് ഇട്ടായിരിക്കും.
അത് 1 ആയി 2 ആയി 3 ആയി. അപ്പോൾ എനിക്കൊരു കൗതുകം വന്നു. ഞാൻ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ അവരെല്ലാം ഭൂമി പരന്നതാണെന്നുള്ള ആർഗ്യുമെൻറ്റ്സ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഫ്ലാറ്റ് എർത്ത് വക്താക്കളാണ് ഇവരെല്ലാം. കേരളത്തിൽ ഇത് ഒരുപാടുണ്ട്. പിന്നെ എന്നെ ഞെട്ടിച്ചത്, ഒരുപാട് സയൻസ് പ്രചരണ വേദികളുള്ള കുറേ ആളുകൾ ഇവർ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എനിക്ക് അയച്ചു തന്നിട്ട് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണ്. ഇതാണ് ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫിലെ ജസ്റ്റിഫിക്കേഷൻ. ഭൂമി ഉരുണ്ടിട്ടാണ് എന്നറിയാം, ഭൂമി ഉരുണ്ടതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കാൻ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്കത് അറിവല്ല, അതൊരു ലക്കി ഗസ്സാണ്. എന്തോ ഒരു കോയിൻസിഡൻസ് കാരണം നിങ്ങളുടെ ആ വിശ്വാസം ശരിയാണ്, പക്ഷെ നിങ്ങൾക്കതിന് മാന്യമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഇത് മൂന്നും കൂടെ വന്നാലേ ഇത് അറിവാകും. അതുകൊണ്ടാണ് ഈ ഭൂമി ഉരുണ്ടതാണെന്നും അത് കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്നൊക്കെ സ്കൂളിൽ പഠിച്ച് മാർക്ക് വാങ്ങിയ ആൾക്കാർ ഈ അടുത്ത ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ സൂര്യൻ 3 ദിവസത്തേക്ക് ഇനി അസ്തമിക്കത്തില്ല എന്നുള്ള വാട്സാപ്പ് മെസ്സേജൊക്കെ ഷെയർ ചെയ്യുന്നത്. കാരണം അവർക്ക് സ്വന്തമായിട്ട് ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല, അവർ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടേ ഇല്ല. സംഗതി ചോദിച്ചാൽ ഭൂമി ഉരുണ്ടാണെന്ന് വെച്ചാൽ അവരാണെന്ന് പറയും, ഭൂമി കറങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ആണെന്നും പറയും. പക്ഷെ അത് അറിവായിട്ടില്ല. അവിടെയാണ് ഈ അറിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണം വരുന്നത്. അറിവ് പ്രവൃത്തിയിൽ വരുന്നതാണ്. മറ്റേത് നിങ്ങളുടെ ഓർമ്മയോ വിശ്വാസമോ മാത്രമായിരിക്കാം. ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയോ കേട്ടത് ഓർമ്മയിൽ ഇരിക്കുന്നതാണ്. ഭൂമി ഉരുണ്ടാണെന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയിൽ ഇരിപ്പുണ്ട്, എല്ലാവരും പറയുന്നതുകൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ ഓർമ്മയിൽ സ്ട്രോങ് ആയിട്ടിരിക്കും. പക്ഷേ അത് അറിവായിട്ടില്ല. അറിവാണെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് പ്രകടമാവും. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരു കപ്പൽ പോകുമ്പോൾ നമ്മുടെ വേൾഡ് മാപ്പിൽ കാണുന്ന റൂട്ടല്ല ആക്ച്വൽ റൂട്ടെന്ന് മനസ്സിലാവും. കാരണം വേൾഡ് മാപ്പ് പരന്നിട്ടാണ്, ശരിക്കുള്ള ഭൂമി ഉരുണ്ടിട്ടാണ്. അതുകൊണ്ട് കപ്പൽ റൂട്ടുകളുടെ പടം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റൂട്ടും വളഞ്ഞായിരിക്കുന്നു. പലയിടത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് റൂട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും അത് വിമാനം ഇങ്ങനെ പറന്ന് പൊങ്ങി ഇറങ്ങുന്നത് കാണിക്കാനായിരിക്കും റൂട്ട് വളച്ച് വരച്ചിരിക്കുന്നത്. വേറെ കുറേ പേര് നമ്മുടെ ഓട്ടോക്കാരൊക്കെ പോകുന്ന പോലെ കുറച്ച് വളച്ച് കൊണ്ടുപോകുന്നതാണ്, അപ്പോൾ ടിക്കറ്റ് ചാർജ് കൂടുതൽ വാങ്ങിക്കാമല്ലോ. അല്ലാതെ ഈ ഉരുണ്ട ഭൂമി ആളുകളുടെ ഈ അറിവിൻ്റെ ഭാഗമായിട്ടില്ല. അറിവിൻ്റെ ഭാഗമാണെങ്കിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫിൽ നിങ്ങൾക്ക് ഈ ബിലീഫ് മാത്രമായിട്ട് എടുക്കാൻ പറ്റും, പക്ഷെ അതിനെ അറിവായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാമെന്ന് പറയുമ്പോൾ ഈ 3 കണ്ടീഷൻസ് ഉണ്ടോ? 1 അത് ട്രൂ ആണ്, 2 അത് ജസ്റ്റിഫൈഡ് ആണ്, 3 അതിലെനിക്ക് വിശ്വാസമുണ്ട്. ഇനി ഇത് 3 ഉണ്ടെങ്കിലും അറിവായിട്ട് കൂട്ടാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം, വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട്. ഗെറ്റിയർ പ്രോബ്ലം നമ്മൾ നേരത്തെ പറഞ്ഞത് 3 ഉണ്ടെങ്കിലും അറിവായിക്കോണം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അയൽക്കാരൻ സ്ഥിരമായിട്ട് രാവിലെ 6 മണിക്ക് തുണി അലക്കി അയയിൽ വിരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് രാവിലെ വെള്ള ഡ്രസ്സ് ഇട്ടാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ ഞാനൊരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഇദ്ദേഹം അപ്പോൾ ഞാനങ്ങ് തീരുമാനിക്കുകയാണ് ഇപ്പോൾ 6 മണിക്ക് പുള്ളി തുണി അലക്കി വിരിക്കുകയായിരിക്കും എന്ന് ഞാൻ പറയാം. അതെൻ്റെ ഒരു അറിവാണെന്ന് പറയുകയാണ്. ഞാൻ പറയുന്നത് എനിക്കത് വിശ്വാസമുണ്ട്, അത് നടക്കുമെന്ന്, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ ഈ 6 മണിക്ക് പുള്ളി ഇത് ചെയ്യുന്നത് കാണുന്നുണ്ട്, അത് ട്രൂ ആണ്. ഓക്കെ, പുള്ളി അത് വിരിക്കുന്നത് ഞാൻ കാണുന്നത്, ഇന്ന അയൽക്കാരനാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ ഗെറ്റീർ പറയുന്നൊരു ഉദാഹരണമാണ്, അന്ന് അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്. അദ്ദേഹം നിങ്ങൾ കാണുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത്. ഈ ബ്രദർ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് തുണി അലക്കി വിരിക്കുകയും ഈ കക്ഷി നിങ്ങളുടെ അയൽക്കാരൻ വീടിൻ്റെ മറുവശത്ത് ഇതേപോലെ തുണി അലക്കി വിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഈ ബ്രദറിനെ കണ്ടിട്ടാണ്. അത് നിങ്ങളുടെ അയൽക്കാരനാണെന്ന അസംഷനിലാണ് നിങ്ങളത് പറയുന്നത്. പക്ഷേ ബ്രദർ അല്ല അത് ചെയ്യുന്നത്, നിങ്ങളുടെ അറിവ് തെറ്റാണ്. പക്ഷെ അപ്പോഴും ബ്രദർ അപ്പുറത്തുനിന്ന് തുണി അലക്കി ഇടുന്നുണ്ട്. ഇത് പലതവണ വിവരിച്ചാലേ ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടുള്ളൂ. ആ വാക്ക് മാത്രം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഗെറ്റിയർ പ്രോബ്ലംസ് ഇത് ശരിയുമാണ്, ജസ്റ്റിഫൈഡും ആണ്, ട്രൂ ആണ്. എന്നാലും എൻ്റെ അറിവായിട്ട് അതിനെ കൂട്ടാൻ കഴിയില്ല. കാരണം ഞാൻ വേറൊരു സ്ഥലത്താണ് ഈ തെളിവ് കണ്ടുവച്ചേക്കുന്നത്. തെളിവുണ്ട് എന്ന് ഞാൻ കരുതുന്നേ ഉള്ളൂ. തെളിവ് അത് ശരിക്കും ഞാൻ വിചാരിക്കുന്ന കാര്യത്തിനുള്ള തെളിവല്ല. അങ്ങനെ പോലും അറിവിനെ അറിവാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ വിജ്ഞാനവും വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളൂടെ ചേർന്നാലേ വിശ്വാസത്തെ നമുക്ക് വിജ്ഞാനം എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിജ്ഞാനങ്ങളും വിശ്വാസങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാ വിജ്ഞാനങ്ങളും ആത്യന്തികമായ വിശ്വാസങ്ങളാണ്. പക്ഷേ എല്ലാ വിശ്വാസങ്ങളും വിജ്ഞാനങ്ങളാകില്ല. പൊതുവിലൊരു നാടൻ ചൊല്ലുണ്ടല്ലോ, എല്ലാ ബുദ്ധിജീവികളും അരവട്ടന്മാരാണ്, പക്ഷേ എല്ലാ അരവട്ടന്മാരും ബുദ്ധിജീവികളാകണമെന്നില്ല. അപ്പോൾ അതുപോലെ വിശ്വാസവും വിജ്ഞാനം തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ വിജ്ഞാനങ്ങളും വിശ്വാസം കൂടി ആവണം. നിങ്ങൾ വിജ്ഞാനം എന്ന് കരുതുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലേ അത് നിങ്ങൾക്ക് വിജ്ഞാനമായിട്ട് മാറൂ.
പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വിജ്ഞാനമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വിജ്ഞാനവും വിശ്വാസവും നമ്മൾ തലച്ചോറ് നിലനിൽക്കുന്നതിന് രണ്ട് രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അമീബ ചെയ്യുന്ന പ്രവൃത്തി, പട്ടിയെ കണ്ടാൽ ഓടണമെന്ന് നമ്മൾ പുസ്തകം വായിച്ച് പഠിച്ച് ഓർത്തല്ലല്ലോ ചെയ്യുന്നത്. അത് നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്ന ചിന്തയാണ്. അതാണ് വിജ്ഞാനം. മറിച്ച് നമ്മുടെ ചിന്താഗതിയെയോ നമ്മുടെ ലോകത്തെ നോക്കിക്കാണുന്ന എന്തെങ്കിലും ഒരു വിഷയത്തെ സമീപിക്കുന്നതിലോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് വിജ്ഞാനമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിജ്ഞാനം അല്ല എന്നാണ് എൻ്റെ അർത്ഥം. നേരത്തെ ഞാൻ ആ ഭൂമിയുടെ ഷേപ്പ് ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ ഇത്രയും കാലം വന്നിട്ട് സയൻസ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾ പക്ക അൺസയൻറ്റിഫിക് ആയിട്ട് പെരുമാറാം. എന്തുകൊണ്ടെന്നാൽ അത് വിജ്ഞാനമായിട്ടില്ല. സയൻസിൽ വിശ്വാസമുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇവിടെ അത് പ്രയോഗിക്കപ്പെടുന്നില്ല. ബ്രെയിൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. സാറ് ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് ചരിത്രബോധമില്ലാത്ത മണ്ടത്തരങ്ങൾ പറയുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കാണാം. പല കാര്യങ്ങളും പറയും. ഇതുപോലെ തന്നെയാണ് നമുക്ക് കുറേ വാക്കും അതാണ് മലയാളത്തിൽ ശാസ്ത്രബോധം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറുണ്ട്. സയൻറ്റിഫിക് ടെമ്പർ. ഇത് പല കാര്യങ്ങൾക്കും. അപ്പോൾ ചരിത്രബോധം എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് ചരിത്രമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതാകുന്നത്? ചരിത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി പരീക്ഷയ്ക്ക് ചോദ്യം. ഇപ്പോൾ ഗൂഗിളിൽ ചെന്നിട്ട് കേരള റിനൈസൻസ് എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം കിട്ടുന്ന സെർച്ച് റിസൾട്ട് എന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം കിട്ടുന്ന സെർച്ച് റിസൾട്ടുകളെല്ലാം തന്നെ PSC കോച്ചിങ്ങിൻ്റെ വെബ്സൈറ്റുകളാണ്. അല്ലാതെ കേരള നവോത്ഥാനത്തെ കുറിച്ച് അറിയാനല്ലത്. അത് കേരള PSC നടത്തുന്ന പരീക്ഷ പാസ്സാവാനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് തരുന്നത്. അതൊക്കെ കാണാൻ പഠിച്ച എല്ലാ മാർക്കുമായി. പക്ഷേ ഇവിടെ ഇരുന്ന് പണ്ട് സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാജഭരണമാണ് വരേണ്ടതെന്നൊക്കെ ഇപ്പോഴും വാദിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു കാണിച്ചു തരാം. ഇപ്പോഴും രാജാവിനെ ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനമാണ്. രാജാവ് പോകുന്ന റോൾസ് റോയ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ തൊഴാൻ കഴിയുന്നത് തന്നെ അത്ഭുതമെന്നാണ് നമ്മൾ തിരുവനന്തപുരത്തുകാർ ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഇവരെല്ലാം PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാസ്സാകുന്നത് തിരുവനന്തപുരത്താണ്. എന്താണ് വിശ്വാസവും വിജ്ഞാനവും തമ്മിലുള്ള താരതമ്യം എന്ന് നോക്കൂ. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിജ്ഞാനത്തിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഭാഷയിൽ തന്നെ വിളിക്കുന്നത് അഫക്റ്റീവ് ടാഗിങ് എന്നാണ്. അത് നിങ്ങളെ വൈകാരികമായിട്ടൂടെ സ്വാധീനിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളത് ചിലപ്പോൾ എക്സ്പീരിയൻസിൽ നിന്ന് നേടിയതായിരിക്കും, നിങ്ങൾ കൾച്ചറലി കിട്ടിയതായിരിക്കാം. പക്ഷേ അതിനൊരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ട്. വികാരമായിട്ട് ബന്ധമുള്ളത് വിശ്വാസത്തിനാണ്. വിജ്ഞാനത്തിന് വൈകാരികമായിട്ട് ബന്ധമില്ല. അത് പ്രവർത്തിക്കുന്നത് സ്ലോ ആണ്. കാരണം അത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഒരു കാര്യം പഠിച്ചു, ജീവപരിണാമ സിദ്ധാന്തം ഞാൻ പഠിച്ചു. അപ്പോൾ ഇന്നാണ് ഞാനിത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചോളൂ. ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറയുന്നത് ഇന്നലത്തെ ഞാനെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഞാൻ, ഇന്നത്തെ ഞാൻ ഈ കാണുന്ന ഞാനാണ്. ഞാൻ ഇന്നലെ പക്ഷേ എനിക്ക് ജീവപരിണാമ സിദ്ധാന്തം അറിയില്ലായിരുന്നു. ഇന്ന് എനിക്കത് അറിയാം. എന്തെങ്കിലും വ്യത്യാസം കാഴ്ചയ്ക്കോ ഉള്ളിൽ സ്കാൻ ചെയ്താലോ കിട്ടുമോ? അല്ലെങ്കിൽ ഈ അറിവ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു സിനിമ നമുക്കൊരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തുകൊണ്ട് പോകും. ഈ പെൻഡ്രൈവിലുണ്ടെന്ന് പറയാം. ഞാനിത് പഠിച്ച് എനിക്ക് നാളെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ അറിവായിട്ട് മാറുമ്പോൾ എൻ്റെ ശരീരത്തിൽ എവിടെയാണ് ഇതിരിക്കുന്നത്? മസ്തിഷ്കത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിലുള്ള നാഡീകോശങ്ങളുടെ എണ്ണവും ഒരു അഡൽട്ട് ആയിട്ടുള്ള ആളുടെ നാഡീകോശങ്ങളുടെ എണ്ണവും ഏതാണ്ട് ഒന്നാണ്. പുതിയ കോശങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നത് പുതിയ നാഡീബന്ധങ്ങളാണ്. ഈ മനുഷ്യൻ്റെ ന്യൂറോണുകൾ തമ്മിൽ ടച്ച് ചെയ്തിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവയ്ക്ക് ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ബയോളജിയുടെ ഭാഷയിൽ അതിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. സിനാപ്സ് എന്നാണ് ആ വിടവിൻ്റെ പേര്. ഒരു നാഡീകോശത്തിൽ നിന്ന് അടുത്ത നാഡീകോശത്തിലേക്ക് സന്ദേശം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നാഡീകോശത്തിനകത്തൂടെ അത് വൈദ്യുത സിഗ്നലായിട്ടാണ് വരുന്നത്. അടുത്ത നാഡീകോശത്തിലേക്ക് പോകണമെങ്കിൽ കണക്ഷൻ വേണം. ആ സിഗ്നൽ അപ്പുറത്തേക്ക് പോകില്ല. അവിടെ അപ്പുറത്തേക്ക് പോകുന്നത് ഒരു കെമിക്കലാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്ന രാസവസ്തുക്കളാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഈ രാസവസ്തുവിൻ്റെ സ്വഭാവം മാറുമ്പോൾ സിഗ്നലിൻ്റെ സ്വഭാവവും മാറും. ഇപ്പം ഡോപ്പമിൻ എന്ന് പറയുന്നൊരു രാസവസ്തു ആണെന്നുണ്ടെങ്കിൽ ആ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമായ കാര്യങ്ങളെ നമ്മൾ വളരെ പ്ലഷറബിളായിട്ടായിരിക്കും മനസ്സിലാകുക. നമുക്കത് സന്തോഷം തരും. അപ്പോൾ അതുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പതിയെ സിഗരറ്റിന് അഡിക്റ്റ് ആകുന്നത് ഈ സിഗരറ്റ് ശരീരത്തിൽ ഈ ഡോപ്പമിൻ ഇങ്ങനെ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് നമ്മളൊരു ഉമ്മ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. നമുക്ക് പിന്നെയും ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളുടെ എല്ലാം പിന്നിൽ ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പലതരം കെമിക്കൽസാണ് പലതരം നാഡീബന്ധങ്ങളെ ഇങ്ങനെ ഉറപ്പിക്കുന്നത്. ഒരേ തരം സന്ദേശങ്ങൾ ഒരേ നാഡീകോശങ്ങൾക്കിടയിൽ നിരന്തരം പ്രവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ എളുപ്പമുള്ളതാകും. അങ്ങനെയാണ് നാഡീബന്ധങ്ങൾ സ്ട്രോങ് ആകുന്നത്. ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മസ്തിഷ്കത്തിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങളുടെ തമ്മിലുള്ള കണക്ഷൻസ് വളരെ കുറവാണ്, വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗിയറൊക്കെ മാറുന്നത് ആലോചിച്ചിട്ടായിരിക്കും.
സെക്കൻഡ് ഇടാം അല്ലേ എന്നൊക്കെ സ്വയം ആലോചിച്ച് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച് ഫീഡ്ബാക്കൊക്കെ എടുത്താൽ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ച് തീരുമാനം എടുക്കണ്ട, താനേ വരും. എന്നാൽ മസ്തിഷ്കത്തിലെ ന്യൂറോണൽ കണക്ഷൻസ് സ്ട്രോങ് ആകുമ്പോൾ ഈ പ്രോസസ്സ് ഭയങ്കര എളുപ്പമാവും. അപ്പോൾ ഞാനൊരു കാര്യം പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു ഹാർഡ് വയർഡ് ഒരു വയറിങ് ബ്രെയിനിൽ നടക്കുന്നുണ്ട്. പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷേ കോശങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ബലം ഉള്ളതാകും. അങ്ങനെയാണ് ഞാനത് പെട്ടെന്ന് എനിക്ക് റീകോൾ ചെയ്യാനും പ്രവൃത്തിയിൽ വരികയും ചെയ്യുന്നത്. ഞാൻ ഇതേ മസ്തിഷ്ക ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയാണ് അറിവ് പ്രവൃത്തിയിലേക്ക് വരുന്നത്. വിശ്വാസത്തിന് ഇങ്ങനെ ഒരു ടാഗിങ് ഇല്ല. അതുകൊണ്ട് വിശ്വാസം, അതായത് ഇങ്ങനെ ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുക എന്ന് പറയുന്ന ആവശ്യമൊന്നും വിശ്വാസത്തിനില്ല. അത് ഓർമ്മയിൽ ഇങ്ങനെ ലൂസായിട്ട് നിന്നോളും. പക്ഷേ അതിനെ സ്ട്രോങ് ആയിട്ട് അവിടെ നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ അഫക്റ്റീവ് ടാഗിങ് ആണ്. അതിന് വികാരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ചരിത്രവുമായിട്ടും നമ്മുടെ പെഡിഗ്രിയുമായിട്ടും നമ്മുടെ കൾച്ചറുമായിട്ടും ഒക്കെ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടാണ് വിശ്വാസങ്ങളെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അതിന് വിശ്വാസത്തിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് കൂടിയാണ്, അല്ലെങ്കിൽ ഈ വൈകാരികയുടെ അംശം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് അയാളെ ദേഷ്യപ്പെടുത്താൻ പറ്റും. ഒരാളുടെ അറിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അയാളെ ദേഷ്യപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി അറിയാവുന്ന ഒരാളെടുത്ത് തിയറി ഓഫ് റിലേറ്റിവിറ്റി തെറ്റാണെന്ന് പറഞ്ഞു നോക്കൂ. അയാൾ ചിലപ്പോൾ തിരുത്തും, അല്ല ശരിയാണെന്ന് ചിലപ്പോൾ വാദിച്ചേക്കും. 3-4 തവണ ശ്രമിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്ന ഒരാൾ പറയും നീ പണി നോക്കടേ എന്ന് പറയും. ചിലപ്പോൾ പറയും ആ ശരി നീ പറയുന്നത് ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ പോവും. ദേഷ്യം വരില്ല. പക്ഷേ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പ്രൊവോക്ഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വിജ്ഞാന സമ്പ്രദായങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ നാളിതുവരെ ആരും തമ്മിൽ തല്ലി അടികൂടി ചോര ചിന്തിയിട്ടില്ല. ചോര ചിന്തിയതെല്ലാം വിശ്വാസ പ്രമാണങ്ങളുടെ പേരിലാണ്. രണ്ടുപേരും പറയും എൻ്റെ വിശ്വാസമാണ് കറക്റ്റ്. ഈ വിശ്വാസത്തെ വിജ്ഞാനമാക്കുന്നത് എങ്ങനെ? എന്നാലേ ഈ ചോര ചിന്താതെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനുള്ള ഉത്തരവാണ് നമ്മൾ ഈ അടുത്ത വരി. മനുഷ്യൻ ചരിത്രത്തിൽ ഇത്രയും കാലത്തെ നീണ്ട ചരിത്രം പലതും രക്തരൂക്ഷിതമായിരുന്നു. ഇരുണ്ട യുഗങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ അറിവാക്കി മാറ്റാൻ അല്ലെങ്കിൽ അറിവ് ഉണ്ടാക്കാനുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മാർഗം, അറിവുണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലേറ്റവും റിലയബിൾ ആയിട്ടുള്ള മാർഗം നമുക്കൊന്നേ അറിയൂ. അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സയൻസ് പുസ്തകത്തിൽ നിന്നും പഠിക്കുന്ന വസ്തുതകളെ അല്ല പൊതുവിൽ സയൻസ് എന്ന് വിളിക്കുന്നത്. ഞാൻ സ്ഥിരം എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നിങ്ങൾ ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ബയോളജി പഠിച്ചു, ഇതെല്ലാം സയൻസ് ആണെന്ന് പറഞ്ഞാൽ പഠിച്ചത്. ശരിക്കും സയൻസ് എന്താണ്? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സയൻസ് ആണെങ്കിൽ കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും ഒരുപോലെയുള്ള എന്തോ ഒന്നായിരിക്കണമല്ലോ സയൻസ്. നിങ്ങൾ എന്താണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒരുപോലെ പഠിച്ചത്? അപ്പോൾ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിന് ഇതിൽ മൂന്നിലും ഒരുപോലെ പഠിച്ച ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കോളേജിലെത്തുമ്പോൾ ഓർത്തെടുക്കാനേ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എന്താണ് സയൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഇതൊക്കെ സയൻസ് ആണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്താണ് സയൻസ് ചോദ്യത്തിന് ഉത്തരം വരുന്നത്? പൊതുവിൽ ഞാൻ കൊണ്ടെത്തിക്കുന്ന കൺക്ലൂഷൻ, ഈ ഫിസിക്സ് പുസ്തകത്തിലും കെമിസ്ട്രി പുസ്തകത്തിലും ബയോളജി പുസ്തകത്തിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഏത് മാർഗത്തിലൂടെയാണോ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് അതാണ് ശരിക്കുള്ള സയൻസ്. ആ മാർഗത്തെക്കുറിച്ച് നമ്മളവിടെ പറയുന്നില്ല. ആ മാർഗമാണ് നമ്മൾ മെത്തഡോളജി ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ചിന്തയ്ക്ക് കുറേയേറെ കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ഇത് ലോകത്തിൻ്റെ അനന്തമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിവപ്പെട്ട ഒരു മെക്കാനിസം അല്ല. എന്തിനാണ് നമ്മൾ മസ്തിഷ്കം അറിവുണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയ നമുക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഫിലോസഫിക്കലായിട്ട് ഉത്തരങ്ങൾ പറയാം. എന്താണ് ഈ അറിവുണ്ടെങ്കിൽ മറ്റേ നമ്മൾ പറയത്തില്ലേ, എല്ലാ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നൊരു വാചകമില്ലേ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കരുത് എന്താണ് ഈ പ്രബുദ്ധത, എന്താണ് ഈ വിദ്യ. അതിൽ നമുക്ക് തർക്കം വരും, അല്ലെങ്കിൽ നമ്മൾ അറിവില്ലായ്മ പ്രകടിപ്പിക്കും. അന്ധവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞാലാണ് അന്ധവിശ്വാസത്തിന് എതിരല്ലെന്ന് ചോദിച്ചാൽ എല്ലാവരും അന്ധവിശ്വാസത്തിന് എതിരാണ്. അന്ധവിശ്വാസത്തെ അനുകൂലിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കരുത് എന്താണ് അന്ധവിശ്വാസം. അത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളാണ്. എൻ്റെ വിശ്വാസങ്ങളെല്ലാം നല്ല പത്തരമാറ്റ് വിശ്വാസങ്ങളാണ്. ബാക്കിയുള്ള കുറേ ആളുകൾ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഞാൻ ഇപ്പോൾ ഘോരഘോരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അന്ധവിശ്വാസം നിരോധന ബില്ലൊക്കെ വേണ്ടി എല്ലാവരും സ്വാഗതം ചെയ്യണം. ഫേസ്ബുക്കിലൊക്കെ അന്ന് എല്ലാവരും ആഘോഷമാണ്, വരട്ടെ എന്നാണ്. പക്ഷേ നിരോധിക്കാനുള്ള അന്ധവിശ്വാസങ്ങളുടെ കണക്കെടുക്കുമ്പോഴാണ്
ഇവിടെ ആടിയും ബഹളവും ആയിരിക്കും. കാരണം നിർവചനം ക്ലിയർ അല്ല. അന്ധവിശ്വാസത്തിലേക്ക് ഈ വിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുകൂടെ പറയണം. പൊതുവെ എല്ലാവരും പറയണേ ഞാൻ വിശ്വാസിയാണ് പക്ഷെ അന്ധവിശ്വാസിയല്ല എന്ന് പറയും. അപ്പോഴടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കരുത്. അപ്പോൾ ശരി, നിങ്ങളുടെ ലിസ്റ്റിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, ജ്യോതിഷ വിശ്വാസി അല്ലെങ്കിൽ ജ്യോതിഷം പറയും. ഹസ്തരേഖ വിശ്വാസിയാണെങ്കിൽ അത് പറയത്തില്ല. ഹസ്തരേഖ വിശ്വാസി പാക്കേജായിട്ട് ചിലപ്പോൾ ക്വാണ്ടം കോൺഷ്യസ്നെസ്സിൽ വിശ്വസിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വിശ്വാസമല്ല, അത് അറിവാണ്. പക്ഷേ ഹസ്തരേഖ ശാസ്ത്രം തെറ്റാണെന്ന് ഞാൻ പഠിച്ചുകൊണ്ട് അത് അന്ധവിശ്വാസമാണ്. അങ്ങനെ നമുക്കൊരു ഫേവറേറ്റ് ലിസ്റ്റ് ഓഫ് അന്ധവിശ്വാസങ്ങളും ലിസ്റ്റ് ഓഫ് നോട്ട് അന്ധവിശ്വാസം ബട്ട് വിശ്വാസവും ഉണ്ടായിരിക്കും. അതെല്ലാം സബ്ജക്റ്റീവാണ്. തർക്കത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇത് അടിയാവുന്നത്. എന്താണെന്ന് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കരുത്, അതാണ് കണ്ടീഷൻ. അപ്പോൾ തെറ്റായ വിശ്വാസങ്ങളല്ല അന്ധവിശ്വാസങ്ങളാണോ? തെറ്റായ വിശ്വാസങ്ങൾ, അതായത് ട്രൂത്ത് ഇല്ലാത്ത വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണോ? അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അന്ധവിശ്വാസങ്ങളെ പൊതുവെ അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻ നമ്മൾ വിളിക്കുന്നതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, അത് ഭാവിയെക്കുറിച്ചിട്ടുള്ളൊരു ഭീഷണിയായിരിക്കും മിക്കവാറും അതിൻ്റെ വിഷയം. ഭാവിയിൽ വരാൻ പോകുന്ന അപകടം, ത്രെട്ട്, ഇതിനെക്കുറിച്ചായിരിക്കും. വളരെ വേവലാതിയാണ് ഇതിന് പിന്നിൽ. എങ്ങനെയാണ് ഒരാൾ ഹസ്തരേഖാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത്? ഈ കൈ നോക്കി നാളെ വരാൻ പോകുന്ന ജോലി, കല്യാണം, ഇതാണ് അറിയേണ്ടത്. അല്ലാതെ ഇത് വേറൊന്നും കയ്യിലെ രേഖകളുടെ വളവും തിരിവെന്ന് അറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതുകൊണ്ട് നാളത്തെ കാര്യം അറിയണം. പ്രവചനം വേണം, പ്രഡിക്ഷൻ അത് വേണം. രണ്ട്, ഈ പ്രഡിക്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ കഴിവായിരിക്കും. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രകൃതിയെ കുറിച്ച് നമ്മൾ സയൻസിലൂടെ മനസ്സിലാക്കി കുറേ അറിവുകളുണ്ട്. അതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള, ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റിയെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടാവും. അവിടെയാണ് അത് സൂപ്പർസ്റ്റിഷൻ ആവുന്നത്. ഇപ്പോൾ അല്ലാതെ തെറ്റായ വിശ്വാസങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മെലിഞ്ഞിരിക്കുന്ന ആളിന് എക്സർസൈസ് ആവശ്യമില്ല എന്നൊരാൾ പറയുകയാണെന്ന് വെച്ചോ, തെറ്റാണ്. സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആളുടെ വണ്ണമായിട്ട് ജീവിതശൈലിയിൽ എക്സർസൈസിനുള്ള റോൾ ഒരു വ്യത്യാസവും ഇല്ല. എക്സർസൈസ് എല്ലാവർക്കും വേണം. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ എക്സർസൈസ് വേണ്ടാന്ന് കരുതിയാണ് ഞാൻ ചെയ്യാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റായ വിശ്വാസമാണ്. പക്ഷെ അതിനകത്ത് അതീന്ദ്രിയമായിട്ടുള്ളതോ പ്രകൃത്യതീതമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുന്നില്ല. ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനും അതിനകത്തില്ല. ഭാവിയെക്കുറിച്ച് അറിയാനുള്ള കൗതുകമൊന്നും അതിനകത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഫോൾസ് ബിലീഫ്. സൂപ്പർസ്റ്റിഷൻ ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ സൂപ്പർസ്റ്റിഷൻ ആക്കുന്ന സംഗതികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഭാവിയിലൊരു തർക്കമോ ചർച്ചയോ വന്നാൽ നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പോകാം. ഇപ്പം ഞാൻ ഈ വിശ്വാസം ഭാഗത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് കടന്നു വന്നാൽ, സയൻസിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മുടെ ചിന്താഗതി, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതായിരുന്നു, നമ്മുടെ ചിന്താഗതി ലോകത്തിൻ്റെ വിവരങ്ങളോ മറ്റേ പ്രപഞ്ചത്തിലെ പ്രവൃത്തികളുടെയോ നടക്കുന്ന പ്രതിഭാസങ്ങളുടെയോ അടിസ്ഥാനപരമായ സീക്രട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉരുത്തിരിഞ്ഞ ഒന്നേ അല്ല. മനുഷ്യൻ അതിന് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ലോകത്തെ എല്ലാ ജീവികളും അവരുടെ നാഡീകോശങ്ങളുടെ പ്രവർത്തനം ഉപയോഗിച്ച് ഈ ചിന്തിക്കുകയോ അറിവ് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഒറ്റ പർപ്പസിനാണ്, അതിജീവനം. ഈ ഭൂമിയിൽ ജീവിക്കണം. അമീബ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിന് ഗുണമുള്ളതാണെങ്കിൽ അതിൻ്റെ നേരെ പോവുക, അതിന് ദോഷമുള്ളതാണെങ്കിൽ അതിൽ നിന്നും വെളിയിലേക്ക് പോവുക. ത്രെട്ടാണോ അതോ ഫേവറാണോ എന്ന് മനസ്സിലാക്കി പെരുമാറുക. ഇതിനനുസരിച്ച് ഡിസിഷൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പോൾ ഒരു പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നു, ഞാനത് അസസ് ചെയ്ത് എനിക്ക് ദോഷം ചെയ്യാൻ പോകുന്നതാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത്. ഒരു ചെടിയുടെ കാര്യം ആലോചിച്ചു പോകും. ചെടി ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഒന്നാം തരം വളം അപ്പുറത്ത് കിടക്കും. ചെടി അതിൻ്റെ മസ്തിഷ്കം ഉപയോഗിച്ച് വളത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി. എന്ത് ഗുണം? വളത്തിനടുത്തേക്ക് പോകാൻ അതിന് കഴിയില്ല, ചെടിക്ക് ചലനമില്ല. അതുപോലെ അതിനെ വെട്ടാൻ വേണ്ടി ഒരു മരം വെട്ടുകാരൻ വരെയാണ്. ഇത് ചെടിക്ക് സ്വന്തം മസ്തിഷ്കത്തിലൂടെ മനസ്സിലായി എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കി. ഇതാ മരം വെട്ടുകാരൻ ഇപ്പോൾ വെട്ടും, അത് മനസ്സിലാക്കി. പക്ഷെ എന്ത് പ്രയോജനം? ചെടിക്ക് ഓടാൻ കഴിയില്ല. അപ്പോൾ ചലിക്കാൻ കഴിയാത്ത വസ്തുക്കൾക്ക് സത്യത്തിൽ മസ്തിഷ്കത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഇതിനകത്ത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യം. മസ്തിഷ്കം ബേസിക്കലി നമ്മളെ ചലിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതെന്തിന് നേരെ ചലിക്കണം എന്നുള്ള ഡിസിഷൻ, സ്റ്റിയറിംഗ് ആൻഡ് ലോക്കോമോഷൻ, എങ്ങോട്ട് എങ്ങനെ ചലിക്കണമോ വേണ്ടയോ എന്ന ഡിസിഷൻ എടുക്കാനാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന പണി. ബാക്കി നമ്മൾ മസ്തിഷ്കം വെച്ച് ചെയ്യുന്നു എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ എക്സ്റ്റൻഷനാണ്. അത് പറയുമ്പോൾ ഭയങ്കര അവിശ്വസനീയം തോന്നുമെങ്കിലും കുറച്ച് വിശാലമായിരുന്നു ആഴത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നീഡ് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, ഇമോഷണൽ നീഡ്സ് ഉണ്ട്, പിന്നെ സ്പിരിച്വൽ നീഡ്സ് ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ ആദ്യത്തെ നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ നീഡ്സാണ്. ഭക്ഷണം കിട്ടണം, ഷെൽട്ടർ വേണം,
ഒരു ഇണ വേണം, എന്നാലേ നമുക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ നീഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണൽ നീഡ്സാണ്, സോഷ്യൽ നീഡ്സ്. നമുക്ക് ചുറ്റും കുറച്ച് ആൾക്കാരൊക്കെ വേണം. മനുഷ്യൻ സോഷ്യൽ ആനിമലായിട്ട് ജീവിച്ച് പരിണമിച്ച ജീവികളാണ്. മറ്റുള്ളവരുമായിട്ടുള്ള സാമൂഹിക ബന്ധം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് ചെയ്യണം. അടുത്ത് നമ്മുടെ പിന്നെ സ്പിരിച്വൽ നീഡ്സ് വരും. എന്താണ് ഞാൻ ആരാണ്, ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സ്ഥാനം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഞാൻ ആരാണ്, ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് ആലോചിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരുപാട് സത്സംഗങ്ങളും വലിയ ഗുരുജിമാരുടെ പ്രഭാഷണങ്ങളും കേൾക്കാറുണ്ട്. ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, ജീവിതം അങ്ങനെ ആയിരിക്കണം. അവരുടെ പ്രഭാഷണം കേൾക്കുന്നവരുടെ ഇടയിൽ ലോണിൻ്റെ EMI അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന എത്ര പേരെ നമുക്ക് കാണാം. അവർക്ക് ഇത് പ്രഭാഷണം കേൾക്കാൻ സമയമില്ല. അവരുടെ പ്രശ്നം ജീവിതത്തിൻ്റെ അർത്ഥമല്ല, അവരുടെ പ്രശ്നം ജീവിതമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിയുമ്പോഴാണ് ജീവിതം എന്താണ് എന്ന ഫിലോസഫിക്കൽ ചോദ്യത്തിലേക്കൊക്കെ നമുക്ക് കടക്കാൻ പറ്റും. അത് നമ്മുടെ ഹയർ ലെവൽ നീഡാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബാക്കി നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എനിക്ക് നാട്ടുകാരുടെ അംഗീകാരം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ ഈ നമ്മുടെ സൊസൈറ്റികളിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ക്രൈം റേറ്റ്സും തമ്മിലുള്ള ബന്ധം നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മതി. എപ്പോഴും വെൽ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. സാമൂഹികമായ സാമ്പത്തികമായ ഒരു സമൂഹം പിന്നിലേക്ക് പോകുമ്പോൾ ക്രൈം റേറ്റ് കൂടും. ക്രൈം റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമൂഹിക അംഗീകാരത്തിനൊന്നും ആവശ്യമില്ല. വിശപ്പടക്കണമെങ്കിൽ മോഷ്ടിക്കണമെങ്കിൽ മോഷ്ടിക്കുക, അല്ലെങ്കിൽ കൊല്ലണമെങ്കിൽ കൊല്ലുക. കാരണം ബാക്കി നീടെല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ മസ്തിഷ്കം വെച്ചുള്ള പ്രധാന പണി ഗുണമുള്ള കാര്യങ്ങളുടെ നേരെ പോവുക, അപകടം നമ്മൾ കരുതുന്ന സാധനങ്ങളിൽ നിന്ന് പിന്നിലേക്ക് മാറുക. അതുകൊണ്ട് തന്നെ ഈ ചിന്താഗതി അങ്ങനെ, അല്ലെങ്കിൽ ഈ തിങ്കിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഫുൾ പ്രൂഫ് ഒന്നുമല്ല. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഉദാഹരണത്തിന്, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നതാണ് ലാഭം മസ്തിഷ്കത്തിന്. ഇല്ലെങ്കിൽ ഇത് ഓരോ ഇൻഫർമേഷനായിട്ട് എടുത്ത് അധ്വാനിച്ച് മനസ്സിലാക്കണം. അതിനേക്കാൾ എളുപ്പമുള്ള പണി എല്ലാവരും അത് പറയുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന്, ആ സിനിമയിലൊരു രംഗം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സലീം കുമാറിൻ്റെ ഒരു സീനുണ്ടല്ലോ, എല്ലാവരും കൂടെ ആ മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഓടുന്നുണ്ട്. ഒരാൾ ചോദിക്കും, എന്താ എല്ലാവരും കൂടെ പോകുന്നു? ഞാൻ ഇവന്മാരെ പറ്റിച്ചു, ഞാൻ പറഞ്ഞു അവിടെ വാതിക്കൽ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പോകും. അപ്പോൾ നീ എങ്ങോട്ടാണ് ഓടുന്നത്? ചിലപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത്രയും പേര് ഓടുന്നുണ്ടപ്പോൾ തോന്നി, ശരി ഇനി ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനും ഓടിയേക്കാം. കാരണം നഷ്ടമൊന്നുമില്ല, കിട്ടിയ ബിരിയാണിയാണ്. ഇത് നമ്മൾ ചെയ്യും, എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായി നമ്മുടെ ചിന്താപരമായിട്ടുള്ള അധ്വാനം, കോഗ്നിറ്റീവ് ലോഡ് ഭയങ്കര കുറവാണ്. എല്ലാവരും ചെയ്യുക. പിന്നെ പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കുക. എന്തെങ്കിലും അനങ്ങുന്നുണ്ടെങ്കിൽ അത് സിംഹമോ പുലിയോ ആണെന്ന് വിചാരിക്കുന്നതാണ് സേഫ്. ഇനി അഥവാ അത് വെറുതെ കാറ്റടിച്ച് അനങ്ങിയതാണെങ്കിലും അത് കണ്ട് പേടിച്ചോടിയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ അത് ശരിക്കും പുലി ആയിരിക്കുകയും എന്നാൽ കാറ്റാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്താലോ, ചിലപ്പോൾ പിറ്റേന്ന് നിങ്ങൾ ജീവനോടെ കാണില്ല, പുലിയുടെ വായ്പ. അപ്പോൾ എപ്പോഴും നമ്മൾ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ രണ്ടാമത് ആലോചിക്കാതെ അങ്ങ് അംഗീകരിക്കും. ഇതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ക്നെസ്. ഇതിനെല്ലാം കൂടെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് കോഗ്നിറ്റീവ് ബയാസസ് എന്നാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ യുക്തി മുഴുവൻ കളഞ്ഞിട്ടായിരിക്കും ആലോചിക്കുന്നത്. നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി അതാണ്. നമ്മൾ ആരും അതിൽ നിന്നും മുക്തരല്ല. നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി അതാണ്. ഇപ്പോൾ ഞാനൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്തു, ഹെഡ് കിട്ടി, പിന്നെയും ടോസ് ചെയ്തു, ഹെഡ് കിട്ടി, പിന്നെയും ടോസ് ചെയ്തു, ഹെഡ് കിട്ടി. അടുത്തവണ ടോസ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇനി ടെയിലായിരിക്കും. ആസ് ഇഫ് ഇത്രയും തവണ ഹെഡ് കിട്ടിയതുകൊണ്ട് എനിക്ക് ടെയിൽ തരേണ്ട ഒരു ബാധ്യത ആ നാണയത്തിനുണ്ടെന്ന് എനിക്ക് തോന്നും. ഉണ്ടോ? ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനും ടെയിൽ വീഴാനും ഒരേ സാധ്യതയാണ്. അതിന് നേരത്തെ 4 തവണ ഹെഡ് വീണതാണോ ഇല്ലെന്ന് ആ കോയിൻ അറിയത്തില്ല. ചില ആൾക്കാർ റോഡിൽ തോന്നിയ ദിവസം കാണിച്ചിട്ട് പറയും, ഞാൻ 30 കൊല്ലമായിട്ട് വണ്ടി ഓടിക്കുക. പക്ഷേ ഈ വരുന്ന ലോറിക്ക് അത് അറിയത്തില്ല. എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ തോട്ട് പ്രോസസ്. അങ്ങനെയാണ് ആൾക്കാർ ലോട്ടറി എടുത്ത് പൈസ കളയുന്നത്. എങ്ങനെയാണ്? 10 തവണ ലോട്ടറി എടുത്തിട്ടും കിട്ടിയില്ല, അപ്പോൾ ഇനി കിട്ടും. ഇല്ല, നിങ്ങൾ ഈ 10 തവണ എടുത്തപ്പോൾ ലോട്ടറി കിട്ടാനുള്ള അതേ സാധ്യതയേ ഉള്ളൂ അടുത്ത തവണ എടുക്കുന്നതിന്. പക്ഷെ നമ്മൾ അറിയാതെ വിചാരിക്കും പ്രകൃതി എനിക്ക് എന്തോ തരാനുണ്ട്. ഇല്ല, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ് എന്നാണ്. പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് എന്തോ നീതി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല. നീതി നമ്മൾ ഉണ്ടാക്കണം. ഒരുപക്ഷെ മനുഷ്യൻ വ്യവഹാരങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും തെറ്റായൊരു പദം ഞാൻ പറയുന്നത് ഈ നാച്ചുറൽ ജസ്റ്റിസ് ആണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. നേച്ചറിൽ നമുക്ക് ജസ്റ്റിസ് കാണാൻ പറ്റത്തില്ല. മനുഷ്യൻ ഉണ്ടാക്കണം. ഉണ്ടാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. കയ്യൂക്കുള്ള കാര്യക്കാരൻ, അതാണ് നേച്ചറിൽ നടക്കുന്ന കാര്യം. നിങ്ങൾ കാട്ടിലിറങ്ങി വെറുതെ നോക്കിയാൽ മതി. സിംഹം പുലിയെ പിടിക്കുമ്പോഴത്തേക്കും ആരുടെ ഭാഗത്താണ് നീതി? ഇതൊക്കെ മനുഷ്യൻ്റെ ഇൻവെൻഷൻസ് ആണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ തോട്ട് പ്രോസസ്സിന് ഇങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ മറ്റുള്ള എല്ലാവരും പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തും. സയൻസിൻ്റെ രീതിശാസ്ത്രം അതിനെ കൗണ്ടർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് രീതിശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. കാരണം സയൻസിൻ്റെ മെത്തഡോളജിയെക്കുറിച്ച് ഫിലോസഫേഴ്സ് ഇങ്ങനെ
കാണ്ടം എഴുതിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ലാക്കിങ് എന്ന് എനിക്ക് തോന്നിയത് എന്തിനത് എന്ന ചോദ്യം ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. നേരെ ഈ ഇടുത്തി വീഴുന്ന പോലെ ക്ലാസ്സിൽ വന്ന് വീഴുകയാണ് സയൻറ്റിഫിക് മെത്തേഡ്. നമ്മുടെ പിള്ളേർ എവിടുന്നോ വന്നിങ്ങനെ നെഞ്ചത്തോട്ട് വീഴുന്ന സാധനമായിട്ടാണ് അതിനെ കാണുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് അവർ എസ് ഒക്കെ എഴുതി പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലെന്ന് വെച്ചോളൂ. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? മനുഷ്യൻ്റെ മസ്തിഷ്കമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഭാരം നോക്കിയാൽ അതിൻ്റെ 2% മാത്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഭാരം. പക്ഷേ മനുഷ്യ ശരീരം ഉപയോഗിക്കുന്ന മൊത്തം ഊർജ്ജത്തിൻ്റെ 20% മസ്തിഷ്കം ഒറ്റയ്ക്കാണ് ചിലവാക്കുന്നത്. അത് ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തട്ടി വിളിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഉറങ്ങിക്കിടക്കുമ്പം സിസ്റ്റം ഷട്ട് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ തട്ടി അറിയണ്ടേ? അപ്പോൾ ഒരാൾ ഉണർത്തിയാൽ ഉണർത്തുന്നു എന്നുള്ള കാര്യം അകത്ത് അറിഞ്ഞാലല്ലേ ഉണരാൻ പറ്റൂ. അപ്പോൾ അതുൾപ്പെടെ മസ്തിഷ്കം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. നമ്മൾ വിചാരിക്കുമല്ലോ മസ്തിഷ്കം രാത്രിയിൽ വിശ്രമിക്കുന്നില്ല. മസ്തിഷ്കം നാലക പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണിയുടെ ഭാഗമാണ് നമ്മൾ സ്വപ്നമൊക്കെ കാണുന്നത്. നമ്മൾ ഒരു ഒറ്റ ബെഞ്ചിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലേ? നമുക്ക് മസ്തിഷ്കം നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, വീഴത്തില്ല. വെള്ളം അടിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ മസ്തിഷ്കത്തിനിട്ട് പണി കൊടുത്തിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വീഴും. അല്ലെങ്കിൽ ബാലൻസ് ഒക്കെ നോക്കി മസ്തിഷ്കം അവിടെ ഇങ്ങനെ കിടത്തും നമ്മൾ ആ ബെഞ്ചിൽ നിന്ന് വീഴാതെ കിടന്നുറങ്ങും. പിന്നെ പറഞ്ഞു തന്നു മസ്തിഷ്കം ഇങ്ങനെ ഊർജ്ജം എടുത്തുകൊണ്ടിരിക്കുക. അപ്പം പരിണാമപരമായിട്ട് എല്ലാ ജീവികളും ചെയ്യുന്നത് ഈ ഊർജ്ജം മിനിമം പരമാവധി കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾക്ക് ഈ ബാലരമ എന്നൊക്കെ പഠിച്ച ചില പാഠങ്ങളുണ്ട് പ്രകൃതിയെക്കുറിച്ച്. ഉദാഹരണത്തിന് കടുവ എപ്പോൾ നോക്കിയാലും മാനിനെ വേട്ടയാടും. ഏതെങ്കിലും ഒരു ജംഗിൾ സഫാരിക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അല്ലെങ്കിൽ അനിമൽ പ്ലാനറ്റിൻ്റെയൊക്കെ വരുന്ന വീഡിയോസ് നോക്കിയാൽ മതി. കടുവയും മാനും ഒരേ ഫ്രെയിമിൽ നമുക്ക് ഒരുപാട് നേരം കാണാം. മാൻ ഓടുകയുമില്ല, കടുവ അതിനെ ഓടിക്കുകയുമില്ല. എന്തുകൊണ്ട്? ചുമ്മാ ഓടുന്നതും ചുമ്മാ ഓടിക്കുന്നതും ഈ 2 പാർട്ടികൾക്ക് നഷ്ടമാണ്. കടുവയെ മാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും, അവൻ ലിമിറ്റ് കടന്ന് അകത്തേക്ക് വരുന്നുണ്ടോ, വന്നാൽ മാത്രം ഓടിയാൽ മതി, ഇല്ലെങ്കിൽ വെറുതെ ഓടി തളർന്നു പോകും. മാനിന് പിന്നെയും പറയാം, കടുവയ്ക്ക് അതല്ല. മാൻ ഓടിയാൽ അപ്പുറത്ത് പുല്ല് കിട്ടും. പക്ഷെ കടുവ ഓടി തളർന്ന് വായിൽ നിന്ന് നൊരയും പതയും വരുന്ന അവസ്ഥയിൽ ഓടി കിതച്ചാൽ എവിടുന്ന് ഫുഡ് കഴിക്കും? ചായക്കടയുണ്ടോ? ആ മാനിൻ്റെ പുറകെ ഓടി ഞാൻ തളർന്നു, 2 ബജി ഇല്ല. അതിന് കഴിക്കാൻ നോൺ വെജ് വല്ലതും കിട്ടണം. ഒരു മാനും വന്ന് നിന്ന് കൊടുക്കില്ല. അണ്ണ ഓടി തളർന്നല്ലേ, എന്നാൽ എന്നെ കഴിച്ചോ? ഇല്ല, അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവും. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കടുവ ഓടിക്കില്ല. മാനിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഓടൂ. ഇത്ര ഉറപ്പിച്ചിട്ട് ഓടിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 20 ഇരകളുടെ പുറകെ ഓടുമ്പോഴാണ് ഒരു കടുവയ്ക്ക് ഒരു ഇരയെ കിട്ടുന്നതെന്നാണ്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കടുവ ഭീമാകാരനായ ഇരപിടിയനാണെന്നാണ്. ആ ഭീമാകാരൻ്റെ സക്സസ് റേറ്റാണ് ഈ പറഞ്ഞത്, 20-1. എന്തുകൊണ്ടെന്നാൽ ഈ ഊർജ്ജം പിടിച്ച് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളു മാർഗം. നമ്മളും അതാ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെലവഴിക്കുന്ന അവയവം തലച്ചോറാണെങ്കിൽ ഏറ്റവും കുറച്ച് നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള അവയവം ഏതാണ്? അല്ലേ? നമുക്ക് ഈ ഊർജ്ജം കുറച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ KSEBയുടെ പരസ്യത്തിൽ സിനിമാ നടന്മാർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ പീക്ക് ടൈമിൽ എന്ത് ചെയ്യരുത്? വലിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. നിങ്ങൾ അയൺ ബോക്സ് ഉപയോഗിക്കരുത്. എന്തുകൊണ്ട്? മൊബൈൽ ചാർജ് ചെയ്തിരുന്നില്ലെന്ന് ആരും പറയുന്നില്ല. എന്തുകൊണ്ട്? മൊബൈൽ ചാർജ് നിങ്ങൾക്ക് കുറച്ച് എനർജി ചിലവാകുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഇസ്തിരി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ചിലവാകും. അപ്പോൾ എനർജി പിടിച്ച് ചിലവാകുന്നതെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് മാർഗ്ഗം എന്നാൽ കൂടുതൽ ചിലവുള്ള ഒരു സാധാരണ പ്ലാനിങ് നടത്തുമ്പോൾ നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ് ആദ്യം പിടിക്കുന്നത്? ഏറ്റവും കൂടുതൽ ചിലവുള്ള പണി ഏത്? അത് ചുരുക്കാൻ പറയും. അപ്പോൾ ശരീരം ഏതിൻ്റെ പ്രവർത്തനമായിരിക്കും ചുരുക്കുന്നത്? തലച്ചോറ്. ഇത് പരമാവധി കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഞാൻ സ്ഥിരം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറേ ഇരകളെ കിട്ടുമല്ലോ ജോലി ചെയ്തായത്. അപ്പോൾ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷേ അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കും എൻ്റെ മുഖത്ത് നോക്കി. എന്താണ് കാര്യം? എന്തായാലും സാറ് ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം അറിയാമായിരിക്കും. പുള്ളി തന്നെ പറയും. ഞാൻ എന്തിനാലോചിക്കണം? കുട്ടി വളരെ വരട്ടെ, സാറ് പറയട്ടെ, ഇങ്ങനെ ഇരിക്കും. ഇത് കുട്ടി മാത്രമല്ല, ഞാൻ അധ്യാപക പരിശീലനത്തിന് ടീച്ചർ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. 100 ടീച്ചർമാർ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ, ടീച്ചർമാരെല്ലാം ഇങ്ങനെ ഇരിക്കും. സാറ് പറയണം. എന്താ ഇത്? പണിയുണ്ട്, ഇങ്ങനെ എടുത്ത് പറയത്തില്ല. പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ മതി, പരീക്ഷയ്ക്ക് വെറുതെ ഒരിടത്തിരുന്ന് പഠിച്ചാൽ മതി, ക്ഷീണിക്കും. എന്തുകൊണ്ട്? മസ്തിഷ്കം ഇരുന്ന് ഊർജ്ജം ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പരമാവധി കുറച്ച് ഉപയോഗിക്കാനുള്ള സകല ടെക്നിക്കും പ്രയോഗിക്കും മസ്തിഷ്കം. അതിനെ ഓവർകം ചെയ്യാനാണ് സയൻസ് ഒരു മെത്തഡോളജി കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യം അതിനെ ഒബ്സർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇതാണ് ഉത്തരം എന്ന് പറയുന്നതിന് പകരം ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. ഇതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ വന്ന് സ്വിച്ച് ഇട്ടു, ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഒബ്സർവേഷൻ വന്നു, എന്തുകൊണ്ടാണ് ഈ സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് കത്താത്തത്? ഉടനെ തീരുമാനിക്കരുത് ഇതായിരിക്കും കാരണം. നമ്മളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന കുറേ
ഹൈപ്പോത്തസിസുകളാണ്. കറണ്ട് ഇല്ലായിരിക്കും, അത് ഒന്നാമത്തെ ഹൈപ്പോത്തസിസ്. അപ്പുറത്തെ ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് നോക്കി, ഫാൻ കറങ്ങുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ ചെയ്തതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. കറണ്ട് ഇല്ല എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ശരിയാണോ, അതിന് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. എന്ത്? ഫാനിൻ്റെ സ്വിച്ച് ഇട്ടു. ഈ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ ഫാൻ കറങ്ങരുത്, പക്ഷേ ഫാൻ കറങ്ങുന്നു. അതിൻ്റെ അർത്ഥം ആ ഹൈപ്പോത്തസിസ് തെറ്റാണ്. ഇനി അത് ആലോചിക്കരുത്, അടുത്ത ഹൈപ്പോത്തസിസ് എടുക്കുക, ബൾബ് ഫ്യൂസ് ആയതായിരിക്കും. ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യും? ആ ഹോൾഡറിൽ വേറൊരു ബൾബ് ഇട്ട് നോക്കുക, എന്നിട്ട് സ്വിച്ച് ഇടുമ്പോൾ കത്തുന്നുണ്ടോ എന്ന് അറിയിക്കുക. പക്ഷേ ചുമ്മാ നേരത്തെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യൽ എളുപ്പമല്ല. ഈ രണ്ടാമതിരുന്ന ബൾബ് കത്തുന്നതാണെന്ന് ഉറപ്പുള്ളതാകണം. അല്ലാതെ കഴിഞ്ഞ തവണ ഫ്യൂസ് ആയപ്പോൾ മാറ്റി വെച്ച് ബൾബ് അലമാരയിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് ഇട്ട് നോക്കിയിട്ട് സ്വിച്ച് ഇട്ടു, കത്തുന്നില്ല, അപ്പോൾ ബൾബിൻ്റെ കുഴപ്പമല്ല എന്ന് തീരുമാനിക്കരുത്. ഇവിടെയാണ് സ്ട്രക്ചേർഡ് തിങ്കിങ് വരുന്നത്. അല്ലാതെ നമ്മൾ ഓടിപ്പടച്ച് സാധാരണ മനുഷ്യൻ ഒരു നോർമൽ ഡെയിലി ലൈഫിൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും IT ഇലക്ട്രിക്കലും ഒക്കെ കഴിഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഒരു പണിക്ക് വിളിക്കാൻ കൊള്ളുന്ന ഇലക്ട്രീഷ്യന്മാരില്ല എന്ന് നമ്മൾ പലപ്പോഴും പരാതി പറയുന്നു. ഇഷ്ടംപോലെ ആളുകളുടെ ഇലക്ട്രിക്കൽ ഡിഗ്രി ഉണ്ട്, പക്ഷേ ഒരാളിനായിരിക്കും ആ നാട്ടിൽ മുഴുവൻ ഇലക്ട്രിക്കൽ പണിയും കിട്ടുന്നത്. വൈ? ഈ കാര്യം അറിയാൻ ഇത് പ്രയോഗിക്കാൻ പറ്റണം. ഈ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവർക്കായിരിക്കും എപ്പോഴും പ്രോബ്ലം ശരിക്കും സോൾവ് ചെയ്യാൻ പറ്റുക. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആദ്യം മാറേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, പഠിക്കുന്നതിലെ അളവല്ല, പുതിയ സൊല്യൂഷൻസ് ഒന്നുമില്ല. ഓൾറെഡി പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഇതാണ് പ്രോബ്ലം, ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. എന്നിട്ട് ഈ പ്രോബ്ലം ചോദിച്ചാൽ ഈ സൊല്യൂഷൻ എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കും. പുതിയൊരു പ്രോബ്ലം, ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു പ്രോബ്ലം വന്നാൽ പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വരും. എന്താണ്? കുട്ടികളെ വലച്ച് ഫിസിക്സ് എക്സാം. ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ എന്തോ ക്രൈം ചെയ്തു, മേലാൽ അയാൾ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടില്ല. അത് നമ്മൾ ഉറപ്പിക്കും. നമ്മുടെ കൾച്ചറലി നമ്മൾ കണ്ടീഷൻഡാണ്, ഇങ്ങനെ നമ്മളിതിനെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് പാസ്സാകുന്ന ഹൈപ്പോത്തസിസ് മാത്രം ഉത്തരമാക്കി എടുക്കുക എന്ന് പറയുന്നതാണ് വളരെ സിംപ്ലി സ്പീക്കിംഗ് സയൻസിൻ്റെ മെത്തഡോളജി. ഇവിടെ നമ്മൾ നമ്മുടെ മസ്തിഷ്കത്തിനുണ്ടാകാൻ സാധ്യതയുള്ള പല കുറുക്ക് വഴികളെയും നമ്മൾ കൗണ്ടറാക്ട് ചെയ്യും. നമ്മൾ നേരെ മറിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിച്ച് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ, ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, എന്താണ് ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്നിട്ട് എന്ത് കിട്ടി? ഞാനൊരു സിദ്ധാന്തം കണ്ടെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ ഫോൺ വന്നിട്ട് അഭിനയിക്കണം. ഹലോ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ വരരുത്, ആ ഏരിയ വരരുത്, കാരണം മണ്ടത്തരാ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്. അതുകൊണ്ട് അങ്ങനത്തെ ഈ ഗ്രാൻഡ് സിദ്ധാന്തങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നവർക്ക് നിങ്ങൾ ആദ്യം പഴംപൊരി വാങ്ങിച്ചു കൊടുക്കണം, അതിൽ നിന്നില്ലെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം, അവരെ തിന്നു തീരുന്നതിന് മുമ്പ് ഓടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സിദ്ധാന്തം കൊണ്ട് കുറച്ച് കഷ്ടപ്പെടും. എന്തുകൊണ്ട് സയൻസ് ഇത്രയും സ്ലോ ആയിട്ട് മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുന്നുള്ള ഉത്തരം ഇവിടെ കിടക്കുന്നത്. ചുമ്മാ ഇരുന്ന് ആലോചിച്ചാൽ കിട്ടുന്നത് പോലെ അല്ല നമ്മൾ വിശ്വാസയോഗ്യമായിട്ടുള്ള അറിവ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സയൻറ്റിഫിക് മെത്തഡോളജിയുടെ കുട്ടികൾ എസ്സേക്ക് പഠിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഈ വിശ്വാസവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തിൽ എങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള ട്രാൻസിഷൻ സയൻസിൻ്റെ മെത്തഡോളജി സാധ്യമാക്കുന്നത് എന്ന് പറയാൻ മാത്രമേ ഞാൻ അവസരം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നവർക്കും പൂർണ്ണമായും കേൾക്കാൻ കഴിയാതെ പോയവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആ വാചകം ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നനുസരിച്ച് അതിനകത്ത് മറുപടി പറയാം. അതായത് എന്താണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ഈസ് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ്. പൊതുവിൽ ഈ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്ന ആശയങ്ങൾ പൂർണ്ണമായും ഒബ്ജക്റ്റീവ് അല്ല, അത് കുറച്ചുകൂടി മോറലാണ്. ശരി തെറ്റുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സയൻസ് കൂടുതലും കൺസേൺഡ് ആയിരിക്കുന്നത് ട്രൂ ആൻഡ് ഫാൾസിലാണ്. വസ്തുനിഷ്ഠമായി ശരിയോ തെറ്റോ, ഭൂമി സൂര്യന് ചുറ്റുമാണോ കറങ്ങുന്നത്, സൂര്യൻ ഭൂമിക്ക് ചുറ്റുമാണോ കറങ്ങുന്നത്, അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രൂ ആൻഡ് ഫാൾസ് ശരി പറയാം, ട്രൂ ഓർ ഫാൾസ് ചോദിക്കാം. റൈറ്റ് ഓൺ റോങ് എന്നോ ചോദിക്കാൻ പറ്റില്ല. ഭൂമി അങ്ങനെ പോകാൻ പാടില്ല, ഒന്നുമില്ലെങ്കിൽ സൂര്യൻ്റെ കുറിച്ച് ഇങ്ങനെ കറങ്ങേണ്ട ആവശ്യം എന്താണ് എന്ന് നമുക്ക് മോറലി ചർച്ച ചെയ്യാം. അപ്പോൾ റൈറ്റ് ആൻഡ് റോങ്, അതാണ് ഞാൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ സംസാരിക്കുന്നത് സാമൂഹികമായിട്ടുള്ള ശരി തെറ്റുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റൈറ്റ് ആൻഡ് റോങ് പറയാം. പക്ഷെ അപ്പോഴും അതിനകത്ത് ഇറ്റ് ഈസ് ഡിബേറ്റബിൾ. കാരണം സാമൂഹികമായിട്ടുള്ള ഈ റൈറ്റും റോങ്, ശരി തെറ്റും രണ്ടിനെയും നമ്മൾ പക്ഷേ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ആൻഡ് റോങ്ങിനെയും നമ്മൾ ശരിയും തെറ്റും പറയും, ട്രൂ ഓർ ഫാൾസിനെയും ശരിയും തെറ്റും പറയും. ആ കൺഫ്യൂഷൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വാക്കിന് ഉപയോഗിക്കുന്നത്. റൈറ്റ് ആൻഡ് റോങ് പറയുമ്പോൾ അത് ഒരുപാട് തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുള്ളത് തന്നെയാണ്. ഇപ്പം 50 കൊല്ലം മുമ്പത്തെ റൈറ്റ് ആൻഡ് റോങ് ആയിരിക്കില്ല ഇന്നത്തെ റൈറ്റ് ആൻഡ് റോങ്. കാരണം പിന്നെ അതിനകത്ത് ഞാനൊരു സയൻസിൻ്റെ വക്താവ് നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത്
റൈറ്റ് ആൻഡ് റോങ് ഡിസൈഡ് ചെയ്യുന്നതിൽ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെ ആധാരമാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് സെക്ഷൽ മൈനോറിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ചില ആളുകളെ നമ്മൾ മാറ്റി നിർത്തും. അവർ ആണെന്നോ പെണ്ണെന്നോ അവരെ ഒരു കള്ളിയിൽ പെടുത്താൻ പറ്റുന്നില്ല. അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇത് റൈറ്റ് ആൻഡ് റോങ് തീരുമാനിക്കുമ്പോൾ അവരെന്താണ്, അവരുടെ ഐഡൻറ്റിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് അവരാണെന്നോ പെണ്ണെന്നോ അങ്ങനെ ബൈനറി ആയിട്ട് വിശേഷിപ്പിക്കാൻ പറ്റാത്തത്, പ്രകൃതിയിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ എളുപ്പമാവും. അത് മനസ്സിലാക്കാതെ ഇതിപ്പോൾ ഒരാൾ പറയാണ് അങ്ങനെയുള്ളവർ ദൈവത്തിന് പറ്റിയ കയ്യബദ്ധങ്ങളാണെന്ന് പറയുകയാണെന്ന് വെച്ചോളൂ. അവിടെയാണ് പ്രശ്നം ഞാൻ കാണുന്നത്. അങ്ങനെ വേണ്ട, നിങ്ങൾ അതീന്ദ്രിയ കാര്യങ്ങളിലേക്ക് പോകാതെ താഴേക്ക് ഇറങ്ങി വരും. പ്രകൃതിയിൽ എന്താണ് നടക്കുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, മനുഷ്യരിൽ മാത്രമാണോ ഇതുള്ളത്? അല്ല, സെക്ഷൽ ഡിഫറൻസ് ഉള്ള എല്ലാ ജീവിവർഗ്ഗങ്ങളിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തിരുന്ന് കാലാകാലമായിട്ട് ഒരേ ശരി എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ നമ്മൾ പുറത്തിറങ്ങി ഈ കിട്ടുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ഒരു സഞ്ചയിക നമ്മുടെ കയ്യിൽ വേണം. അവിടെ മാത്രം നമുക്ക് സയൻസിലൂടെ നമുക്ക് കിട്ടുന്ന ലോക വിവരത്തെ ആധാരമാക്കി കുറച്ചുകൂടി ബെറ്റർ ഇൻഫോംഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം. അങ്ങനെ റൈറ്റ് ആൻഡ് റോങ്ങിനെ മോറലി നമുക്ക് പറയാൻ പറ്റും. ട്രൂ ഓർ ഫാൾസ് പറയാൻ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഒബ്ജക്റ്റീവായിട്ട് 2+2 5 എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ്, തർക്കമില്ല. തർക്കം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പൊക്കണം. ആരെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല എന്നാണ്. ഉത്തരമായാണോ തർക്കുത്തരമാണോ ഞാൻ പറഞ്ഞതെന്നറിയില്ല. ഇതാണ് എനിക്ക് അതിനോട് പ്രതികരിക്കാനുള്ളത്. അതായത് മൃഗങ്ങൾക്ക് സംഖ്യകളെക്കുറിച്ച് ധാരണയുണ്ടോ എന്നുള്ളതാണ്. ചെറിയ കൂട്ടം കുരങ്ങുകൾ വലിയ കൂട്ടം കുരങ്ങുകളെ ആക്രമിക്കില്ല. അവർക്കറിയാം നമ്മൾ എണ്ണത്തിൽ കുറവോ അവർ എണ്ണത്തിൽ കൂടുതലാണെന്നുള്ളത്. ഇത് നമ്മൾ മനുഷ്യൻ സംഖ്യകളെ കൈകാര്യം ചെയ്യുന്ന ഒരു കോംപ്ലക്സിറ്റി നമുക്കറിയാം. അത് എത്രത്തോളം അബ്സ്ട്രാക്റ്റ് ആണ്. ആ ഒരു സെൻസിലൂടെ നോക്കുമ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും ഭയങ്കര കൗതുകമെന്നോ അല്ലെങ്കിൽ അത്ഭുതമെന്നോ തോന്നുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടെ കുറച്ചുകൂടി കൗതുകം തോന്നിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കാം. നമ്മൾ ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ചെടിയില്ലേ, ഇങ്ങനെ ഇരപിടിയൻ പക്ഷി, അതിൻ്റെ ഒരു 2 ദളങ്ങളിങ്ങനെ വിടർന്നിരിക്കും. അതിലൊരു ഈച്ച വന്നിരുന്നു കഴിഞ്ഞാൽ അത് അടയും. ആ ഈച്ച അതിനകത്തിരിക്കുന്ന 1-2 രോമങ്ങളിൽ തട്ടുമ്പോഴാണ് അടയുന്നത്. അതിലൊരു കൗതുകമായിട്ടുള്ള കാര്യം, ഒരു ഈച്ച വന്ന് ഒരു രോമത്തിൽ തട്ടി അത് അടയത്തില്ല, രണ്ടാമത് തുടങ്ങും. ആദ്യത്തെ ടച്ചിൽ അത് അടഞ്ഞാൽ അത് ഈച്ചയല്ല, ഒരു മഴത്തുള്ളി വന്ന് വീണാണെന്ന് വെച്ചോളൂ, ചെടിക്ക് നഷ്ടമാണ്. കാരണം ഇത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിവരാൻ ഒരുപാട് സമയം എടുക്കുക. അത്രയും നേരം അതിനെ ഇര പിടിക്കാൻ പറ്റത്തില്ല. രണ്ടാമതും അടുത്തടുത്ത് ഈ ടച്ച് വരുന്നെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ് പ്രോബബ്ലി ആൻ ഇൻസെക്റ്റ് എന്നാണ്. അതിങ്ങനെ ചിന്തിച്ചല്ല തീരുമാനം എടുക്കുന്നത്. അതുതന്നെ നമ്മൾ ബയോളജിക്കൽ എവല്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ ഇത്രയും കാലം കൊണ്ട് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിവാർഡിങ് എന്ന് തോന്നിയ ഒരു അറിവ്, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ നഷ്ടമായി. മറ്റേ പഴയ കഥയുണ്ടല്ലോ, ഇതറിയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ 1/4 മുക്കാൽ പോയി എന്നൊക്കെ പറയുന്ന ആ വള്ളക്കാരൻ്റെ കഥ, അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇത് പഠിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ജീവിതം വേസ്റ്റ് ആകുമായിരുന്നു എനിക്ക് തോന്നിയ ഒരു ആശയമാണ് നാച്ചുറൽ സെലക്ഷൻ. എങ്ങനെയാണ് പ്രകൃതിയിൽ ഈ പാറ്റേൺസ് താനേ ഉണ്ടാകുന്നത്? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, ഒറ്റ ടച്ചിന് തന്നെ അടയുന്ന രീതിയിലാണ് വീനസ് ഫ്ലൈ ട്രാപ്പ് എങ്കിൽ റാൻഡം ടച്ചസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് അടഞ്ഞു പോകും. അടഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് അതിന് ഫുഡ് കിട്ടത്തില്ല. ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനർജി കിട്ടുന്നില്ല. സർവൈവലിനെ അത് ബാധിക്കും. ഏതോ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെടിക്ക് ഒരു ചെടിയിൽ വന്ന മെക്കാനിസം എങ്ങനെയാണ്, രണ്ടാമത്തെ ടച്ചിലേ അടയുള്ളൂ. അതിന് ജനിതകമായിട്ട് അതിന് കിട്ടിയ സവിശേഷത എങ്ങനെയാണ്, അതിന് മറ്റേതിനെ അപേക്ഷിച്ച് ജനിതകമായിട്ട് സർവൈവ് ചെയ്യാനുള്ള ശേഷി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ തലമുറകൾ കൂടുതലുണ്ടാവും. അതിനും ഇതേ ജനിതക സവിശേഷത കിട്ടും. അതും രണ്ടാമത്തെ ടച്ചിലായിരിക്കും അടയുന്നത്. ബേസിക്കലി ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടായിരിക്കും ഈ രണ്ടാമത്തെ ടച്ചിൽ അടയുക എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ടായത്. നമുക്കത് തോന്നുന്നത് ഇത് എണ്ണി രണ്ടാമത്തെ ടച്ചിന് അടയുന്നു എന്നുള്ളതാണ്. നമ്മളാണ് എണ്ണം ആരോപിക്കുന്നത്. അപ്പോൾ കുരങ്ങുകളുടെ ചെറിയ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പിനെ ആക്രമിക്കാതിരിക്കുക എന്ന് തീരുമാനം എടുക്കുമ്പോൾ കുരങ്ങുകൾ എണ്ണിയാണോ തീരുമാനിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ റുഡിമെൻ്ററി ആയിട്ട് ക്വാണ്ടിറ്റിയെക്കുറിച്ചുള്ള ധാരണ മൃഗങ്ങളിൽ പലരും, പ്രത്യേകിച്ച് കുരങ്ങുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻ്റലിജൻസ് ഉള്ള ജീവികൾ. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ സർക്യൂട്ടുകൾ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, എത്രത്തോളം സിഗ്നൽസിനെ അതിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ജീവിയുടെ വലിപ്പവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പലപ്പോഴും ഷഡ്പദങ്ങൾക്ക് പോലും കഴിവുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു സ്റ്റഡി ഞാൻ കണ്ടത്, ചെറിയ ഉറുമ്പുകൾക്ക് കണ്ണാടിയിൽ സ്വന്തം ഇമേജ് തിരിച്ചറിയാൻ പറ്റുന്നൊരു സ്റ്റഡി വന്നിട്ടുണ്ട്. അതായത് ആ ഉറുമ്പിൻ്റെ തലയിൽ ഒരു ചെറിയ നീല പൊട്ടിട്ടിട്ട് കണ്ണാടിയുടെ മുമ്പിൽ കൂടെ നടത്തിയിട്ട് കഴിഞ്ഞാൽ ഈ ഉറുമ്പ് അത് മായ്ക്കും. കണ്ണാടിയിൽ കണ്ട് തലയിൽ കിടക്കുന്ന നീല പൊട്ട് മായ്ക്കണമെന്ന ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞാലേ പറ്റൂ. പൂച്ചയ്ക്ക് കഴിവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച വീട്ടിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി. പൂച്ച വെറുതെ ഈ അലമാരയുടെ ഫ്രണ്ടിൽ നിന്ന് സ്വന്തം ഈ പ്രതിബിംബമായിട്ട് കടി കൂടുന്ന കാണാം.
ഞാൻ എത്രയോ തവണ പൂച്ചകൾ അത് ഓടിച്ചു വിട്ടിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റത്തില്ല, എടേ നീ തന്നെയാണ് പറയാൻ. പക്ഷേ ഉറുമ്പുകൾക്ക് അത് പറ്റും. അതായത് ചില ഇടങ്ങളിൽ, ചില സ്പെഷ്യലൈസ്ഡ് ഏരിയകളിൽ ഇവയ്ക്ക് നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇൻ്റലിജൻസ് എന്ന് തോന്നിക്കുന്ന കാര്യം. അതുകൊണ്ട് ഇൻ്റലിജൻസ് ഒരിക്കലും മനുഷ്യൻ്റെ മാത്രം പ്രോപ്പർട്ടി അല്ല. ഇൻ്റലിജൻസിൻ്റെ പല കമ്പോണൻസിലും പെട്ടതാണ് ഈ പറയുന്ന പോലെ കൗണ്ടിങ്, ന്യൂമറസി എന്ന് പറയുന്നത്, സംഖ്യകളെക്കുറിച്ചിട്ടുള്ള കഴിവ്, എത്ര പെട്ടെന്ന് നമുക്ക് ക്വാണ്ടിറ്റീസിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇൻ്റലിജൻസിൻ്റെ പല കമ്പോണൻസിൽ പെട്ടതാണ്. അതിൻ്റെ ഏറിയും കുറഞ്ഞും പല കമ്പോണൻസിൻ്റെയും പല അളവ് നമുക്ക് മറ്റു ജീവികളിലും കാണാൻ പറ്റും. ആന, ഡോൾഫിൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവിയാണ്. ഡോൾഫിൻ പരസ്പരം പേര് വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്നത് പോലെ ബിജു എന്നല്ല. ഡോൾഫിൻ ഒരു കൂട്ടമായിട്ട് പോകുമ്പോൾ ഒരു ഡോൾഫിൻ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ കൂട്ടത്തിലെ ഒരു പ്രത്യേക അംഗത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സ്റ്റഡീസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം അത് പേര് വിളിക്കുന്ന പോലെയാണ്. ആ പേര് നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു പേരല്ല, പക്ഷേ ആ ശബ്ദത്തിൽ ആ പേരിൻ്റെ സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. എക്സ്പ്ലിസിറ്റ്ലി എണ്ണി നമ്മളെടുക്കുന്ന പോലെ തീരുമാനം എടുത്തോളാം. ഇപ്പോൾ ഒരു മനുഷ്യരിലെ രണ്ട് രാജവംശങ്ങൾ തമ്മിൽ തർക്കിക്കുമ്പോൾ അവരുടെ പടയാളികളുടെ എണ്ണവും നമ്മുടെ പടയാളികളുടെ എണ്ണവും നമ്മൾ എണ്ണുന്നത് പോലെ ഒരു ഡെലിബറേറ്റ് കൗണ്ടിങ് നടത്തിയിട്ടായിക്കോളണമെന്നില്ല അവരുടെ കാൽക്കുലേഷൻ. പക്ഷേ ആ ഒരു ക്വാണ്ടിറ്റി പരസ്പരം കമ്പയർ ചെയ്യാനുള്ള കഴിവ് പല മൃഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ട്രൂത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഓഫ് കറസ്പോണ്ടിങ് ടു റിയാലിറ്റി എന്നാണ്. യാഥാർത്ഥ്യത്തിനോട് ബന്ധമുള്ള 1-to-1 കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ട്രൂത്ത് എന്ന് വിളിക്കാൻ പറ്റും. ആ ട്രൂത്ത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ അതാണ് ഈ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റാണ് നമ്മൾ പറയുന്നത്. റൈറ്റ് ആൻഡ് റോങ്ങിൽ ട്രൂത്ത് അതല്ല. റൈറ്റ് ആൻഡ് റോങ്ങിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറാം. പക്ഷേ യാഥാർത്ഥ്യം നമുക്കൊന്നേ ഉള്ളൂ. നമ്മൾ ഏത് തരത്തിലുള്ള പരസ്പരമുള്ളൊരു വ്യവഹാരം ആയിക്കൊള്ളട്ടെ, എന്ത് തരത്തിലുള്ള തർക്കമോ ആശയവിനിമയമോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ പരസ്പരം എതിരഭിപ്രായം തന്നെ ആണെന്ന് പോലുമില്ല, ഒരേ അഭിപ്രായങ്ങൾ പരസ്പരം കോംപ്ലിമെൻ്റ് സംസാരിക്കുന്നവരായാൽ പോലും നമ്മൾ സ്വയം അറിയാതെ ഒരു ഇംപ്ലിസിറ്റ് അസംഷൻ ഉണ്ട്. അത് നമ്മളെല്ലാവരും ഒരേ റിയാലിറ്റിയാണ് ഷെയർ ചെയ്യുന്നതെന്നുള്ളതാണ്. സയൻസിൻ്റെ ബേസ് അതാണ്. ദ കോർ ഫിലോസഫി ഓഫ് സയൻസ് ഈസ് വി ഷെയർ എ കോമൺ റിയാലിറ്റി. അല്ലെ, എൻ്റെ യാഥാർത്ഥ്യവും എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ യാഥാർത്ഥ്യവും വേറെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു സംസാരത്തിന് സ്കോപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ട്രൂത്തിനെ അങ്ങനെ കാലത്തിനനുസരിച്ച് മാറുന്നതായിട്ട് നമുക്ക് കാണാനില്ല. കാലത്തിനനുസരിച്ച് മാറുന്ന എന്തിനെങ്കിലും ആശ്രയിച്ചാണ് നമ്മൾ പറയുന്ന കാര്യം ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അതപ്പോഴും ഡെഫിനിഷൻ ബൈ ഡെഫിനിഷൻ അത് കാലത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ കറസ്പോണ്ടിങ് ടു റിയാലിറ്റി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അങ്ങനെ എൻ്റെ അറിവിൽ സമയത്തിനനുസരിച്ച് മാറുന്നൊരു ക്വാളിറ്റി അല്ല അത് നമ്മുടെ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെയും കൊടുന്നു, അതിനകത്ത് പിന്നെയും ഓണ്ടോളജിയൊക്കെ നമ്മൾ എത്തി. വൺ ദാറ്റ് എക്സിസ്റ്റ്, എങ്ങനെയാണ് എക്സിസ്റ്റിങ്സ് എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക്, പിന്നെ ഡീപ്പ് എനിക്ക് പോലും അറിയാത്ത ഫിലോസഫിയിലേക്ക് ഞാൻ കടക്കേണ്ടി വരും. ആ പാതകത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഓഫ് ബീങ് ട്രൂ എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് റോങ് അല്ല, ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്നത് അങ്ങനെ കാലത്തിനനുസരിച്ച് മാറില്ല. അത് ശരിക്കും ഒന്ന് എയർക്രാഫ്റ്റിൻ്റെ ചലനം എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാത്രമല്ല നോക്കുക, വേറെയും ഒരുപാട് ഘടകങ്ങൾ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും നമ്മളിപ്പോൾ ചൈനയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിമാലയത്തിന് മുകളിൽ കൂടെ പറക്കില്ല. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാപ്പിൽ നോക്കിയാൽ അതായിരിക്കും. പക്ഷേ ഹിമാലയത്തിന് മുകളിൽ നമുക്ക് ഒരു എയർക്രാഫ്റ്റിനെ ട്രാക്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിനെ അസിസ്റ്റ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ആക്ച്വൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളതിനകത്ത് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പോളിന് മുകളിൽ കൂടെ, ധ്രുവപ്രദേശങ്ങൾക്ക് മുകളിൽ കൂടെ നേരിട്ട് പോകില്ല. അങ്ങനെ പല ഘടകങ്ങൾ ചേർന്നാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോഴും നമുക്ക് ഈ പാതയുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന അളവിൽ എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പലതരത്തിലുണ്ട്. നമ്മൾ ഭൂമി ഇങ്ങനെ ഗോളം 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആവാം, സ്ട്രെയിറ്റ് ആയിട്ടും പിടിക്കാം. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനകത്ത് മൂന്നാമതൊരു വളവ് കൂടി ഉണ്ടല്ലോ, ഇങ്ങനെ തിരിഞ്ഞു പോകാം. ഇപ്പം വേൾഡ് മാപ്പ് സങ്കല്പിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നും പൊങ്ങി ദുബായിക്ക് പോകുന്ന വിമാനം എയർക്രാഫ്റ്റ് നമ്മുടെ ഫ്ലാറ്റ് മാപ്പിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അങ്ങനെ പോകുന്നതല്ല ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതിങ്ങനെ വളഞ്ഞു പോകണം, കാരണം മാപ്പ് ഫ്ലാറ്റാണ്, ഭൂമി കൊണ്ടിട്ടാണ്. അപ്പോൾ പരമാവധി അത് പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിന് ഒരു ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അത് അമേരിക്കയ്ക്ക് പറക്കുന്ന വിമാനവും ദുബായിക്ക് പറക്കുന്ന വിമാനവും ഒരേ ആൾട്ടിറ്റ്യൂഡിൽ പറക്കില്ല. കാരണം വിമാനത്തിന് ആ ആൾട്ടിറ്റ്യൂഡ് കയറാൻ കുറച്ച് സമയം വേണം, അവിടുന്ന് ഇറങ്ങാനും അത്രയും സമയം വേണം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ ഇറങ്ങാൻ പോകുന്നൊരു വിമാനമാണെന്നുണ്ടെങ്കിൽ അതിന് ദുബായി പോകുന്ന വിമാനം പറക്കുന്ന അത്രയും ഹൈറ്റിൽ പറക്കാൻ പറ്റില്ല. കാരണം അത്രയും പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിൽ തന്നെ ഇറങ്ങാൻ പറ്റില്ല. പരമാവധി അത് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു കോൺസ്റ്റൻറ്റ് ഹൈറ്റ് നിർത്തി പോകുക എന്ന് പറയുന്നതാണ് അത് ചെയ്യുക. അങ്ങനെയാണ് വിമാനങ്ങളുടെ ഒരു പൊതുവിലുള്ള പറക്കൽ. അത്
ആ അന്തരീക്ഷത്തിൻ്റെ ഘടന, അവിടുത്തെ മേഘങ്ങളുണ്ടോ, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇപ്പം മഴ പെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ളതിനനുസരിച്ചിട്ട് മാറ്റം വരും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനകത്ത് എന്തായാലും ഭൂമിയുടെ ഈ ഷേപ്പ് വളഞ്ഞിട്ടാണ് അതിൻ്റെ സർഫസ് എന്നുള്ളതിൻ്റെ ഒരു പരിഗണന എന്തായാലും ഉണ്ട്. ബാക്കിയും ഒരുപാട് പരിഗണന ഉള്ളതുകൊണ്ടാണ് ഒറ്റ വരിക്ക് അതിൽ ഉത്തരം പറയാൻ എനിക്ക് പറ്റാത്തത്. അതായത് ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും എന്നൊരു വിശ്വാസം, അതൊരു വിശ്വാസം എന്നതിനപ്പുറം ഒരു കണക്ക് കൂട്ടലാണ്. അത് വെറും വിശ്വാസം മാത്രമല്ല, അതിന് പിന്നിൽ സോളിഡായിട്ടുള്ളൊരു കണക്ക് അല്ല. അതാ പറഞ്ഞത്, അത് എല്ലാ അറിവിലും ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ വിശ്വാസം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന അറിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ അത് ഉപയോഗിക്കാനുള്ളൊരു കേപ്പബിലിറ്റി നമുക്കുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ചൊവ്വയിലേക്കും പേടകം അയക്കാൻ ശ്രമിക്കുന്ന ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ഇത് ചൊവ്വയിൽ എത്തുമായിരിക്കും എന്ന വിശ്വാസത്തിലല്ല അത് ചെയ്യുന്നത്. അത് കണക്ക് കൂട്ടലാണ്. ഇന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ചൊവ്വയിൽ ഇന്ന സമയത്ത് എത്തും എന്ന കണക്ക് കൂട്ടലാണ്. ഇല്ല, ആ വിജ്ഞാനമാണ് ആ കണക്ക് കൂട്ടൽ. ആ വിജ്ഞാനം പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ കണക്ക് കൂട്ടൽ നടത്താൻ പറ്റുന്നത്. മാഡം ഉദ്ദേശിക്കുന്ന വിശ്വാസം ഞാൻ പറഞ്ഞ വിശ്വാസം തന്നെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കെടുത്തത്. വിശ്വാസം എന്ന മലയാള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ട്രസ്റ്റും ബിലീഫും ഉണ്ട്. ട്രസ്റ്റ് വേറെന്നാ. എനിക്ക് അയാളെ വിശ്വാസമാണെന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത് ബിലീഫല്ല, ട്രസ്റ്റാണ്. പക്ഷേ മലയാളം ഡിക്ഷണറിയിലേക്ക് വരുമ്പോൾ, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രസ്റ്റിൻ്റെ മലയാളം വിശ്വാസമായിരിക്കും, ബിലീഫിൻ്റെയും മലയാളം വിശ്വാസമായിരിക്കും. ഞാൻ പറയുന്ന വിശ്വാസം എന്താണെന്നാണ് ഞാൻ ബിലീഫിനെ കുറിച്ച് കാണ്ടം പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ട് എടുത്തെടുത്ത ആ വാക്ക് പ്രയോഗിച്ചത്. അത് മാഡം ഉദ്ദേശിക്കുന്ന വിശ്വാസം അല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് വളരെ ലളിതമാണ് എൻ്റെ ഉത്തരം. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ അറിവിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് അബ്സ്ട്രാക്റ്റ്, ക്യുമുലേറ്റീവ്, ഇങ്ങനെ കുറേ പ്രത്യേകതകൾ നമുക്കുണ്ട്. നമ്മൾ അബ്സ്ട്രാക്റ്റായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ വിശ്വാസം എന്ന വാക്കിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് ഞാൻ ആ പറഞ്ഞ വിശ്വാസമല്ല ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ, ആ വിശ്വാസം എന്ന വാക്കിനൊരു അബ്സ്ട്രാക്റ്റ് സ്വഭാവമുള്ളതാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. എല്ലാവരും ഒരേ അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ കലം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഹിന്ദിക്കാരനാണെങ്കിൽ അയാൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല കിട്ടുക, അല്ലേ? എന്തുകൊണ്ടാണ്? ഈ വാക്കൊരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. മനുഷ്യൻ്റെ ഭാഷ എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. ഞാൻ ഇവിടെ നിന്ന് പട്ടി എന്ന് പറയുകയോ ബോർഡിൽ പട്ടി എന്ന് മലയാളത്തിൽ എഴുതുകയോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഉദ്ദേശിക്കുന്ന മൃഗം ഏതാണെന്ന്. പക്ഷേ ആ വാക്കിന് ആ മൃഗമായിട്ടൊരു ബന്ധമില്ല. കാരണം നേരത്തെ പറഞ്ഞ ഹിന്ദിക്കാരൻ ഈ വാക്കിനല്ല ആ മൃഗമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, അദ്ദേഹം കുത്താന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭാഷ അബ്സ്ട്രാക്റ്റ് ആണ്. നമ്മളൊരു പരസ്പര ധാരണയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. മനുഷ്യരാണ് വിശ്വാസങ്ങളും അത് ട്രൂ ബിലീഫായിട്ടുള്ള അറിവുകളും ജസ്റ്റിഫൈഡ് അല്ലാത്ത ട്രൂ ബിലീഫായിട്ടുള്ള പകുതി ശരികളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ കാര്യത്തിലും ഒരുപോലെ അയാൾ ഈ കണ്ടീഷൻസ് പാലിക്കണമെന്നില്ല. ചില കാര്യത്തിൽ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് ആയിരിക്കും, ചില കാര്യങ്ങളിൽ ബിലീഫ് മാത്രമായിരിക്കും, ജസ്റ്റിഫിക്കേഷനും കാണില്ല, ട്രൂത്തും കാണത്തില്ല. ഒരാളിനെ നമ്മൾ ഈ പാക്കേജായിട്ട് കാണും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിശ്വാസിയായൊരു മനുഷ്യനോ റാഷണലിസ്റ്റായൊരു മനുഷ്യനോ ഇല്ല. ഒരാളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആർഗ്യുമെൻറ്റും റാഷണലിസ്റ്റായിട്ടുള്ള ആർഗ്യുമെൻറ്റും സാധ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പുരോഗമനവാദിയായ ഒരാളില്ല. ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് പറയാം അത് പുരോഗമനമാണോ അല്ലയോ. അല്ലാതെ ആ ആൾ അടുത്ത സെൻറ്റൻസ് വേറൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് പിന്തിരിപ്പനായിരിക്കും. ആ ഒരു ഓപ്ഷൻ നമ്മൾ ഇട്ടിരിക്കണം. ഒരു പ്രത്യേകത നമ്മൾ ബൈനറി ചിന്തിച്ചു പറയും. ഇയാൾ പുരോഗമനവാദി, ഇയാൾ പറയുന്ന എല്ലാം പുരോഗമനവാദമായിരിക്കും. ഇയാൾ സയൻറ്റിസ്റ്റ്, ഇയാൾ പറയുന്ന എല്ലാം സയൻറ്റിഫിക് ആയിരിക്കും. ഇയാൾ അന്ധവിശ്വാസി, ഇയാൾ പറയുന്ന മുഴുവൻ അന്ധവിശ്വാസമായിരിക്കും. ഇതാണ് നമ്മൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം. അല്ല, ഒരു മനുഷ്യൻ പല കാര്യങ്ങളിൽ പലതരത്തിലായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഇമോഷണലി വേണ്ടപ്പെട്ടതായിരിക്കും. ഞാൻ ഭയങ്കര സയൻറ്റിസ്റ്റായി, സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. പക്ഷേ ഈ പ്രശ്നം ഞാൻ സയൻറ്റിഫിക് മെത്തേഡ് വെച്ച് തുടത്തേയില്ല തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും? അതവിടെ ഇരിക്കും. സയൻസിൻ്റെ മെത്തേഡ് ഒരു ടോർച്ച് ലൈറ്റ് ആണെങ്കിൽ ഞാൻ ഈ ടോർച്ച് എങ്ങോട്ടൊക്കെ തെളിക്കുന്നതനുസരിച്ചിട്ടാണ് വെളിച്ചം എവിടെ വീഴുമെന്ന് തീരുമാനിക്കുന്നത്. എനിക്ക് ഈ സയൻസിൻ്റെ വെളിച്ചം വീണാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സാധനങ്ങൾ ഞാൻ എൻ്റെ മുറിയുടെ ഒരു പ്രത്യേക കോർണറിൽ അങ്ങനെ വെച്ചേക്കാണ്. അവിടേക്ക് ഞാൻ ഈ ടോർച്ച് അടിക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഇരുട്ടത്തിരിക്കും. അപ്പോൾ പല മനുഷ്യരും നമ്മൾ കാണുന്ന കോൺട്രാസ്റ്റ് പ്രകടിപ്പിക്കുന്നത് അവർ ഈ ഇരുട്ടത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ തോണ്ടിയെടുക്കുന്നുണ്ടാണ്. നമ്മൾ അവരെക്കുറിച്ച് അഭിപ്രായം കൂടെ പറയിപ്പിക്കുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ നമുക്ക് മീഡിയയ്ക്ക് അതൊരു വാർത്തയാകുന്നതിനപ്പുറത്തേക്ക്, ടു ബി ഫെയർ, എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സർപ്രൈസ് ഒന്നുമില്ല, അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അതാണ് മനുഷ്യൻ, അത്രയേ ഉള്ളൂ. അത് ഇങ്ങനെ വാശി പിടിക്കാതിരുന്നാൽ മതി. എല്ലാം സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, പൂർണ്ണമായി അന്ധവിശ്വാസം മാത്രം വിചാരിക്കുന്ന ഒരാൾ, അങ്ങനെ ആളില്ല.
അതിൻ്റെ പരമാവധി അളവ് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റും എന്നേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. നമ്മൾ വിധിയെഴുത്തുകൾ നടത്തുമ്പോൾ അതിനെപ്പോഴും ഒരു മാനദണ്ഡം വേണം. ചിലപ്പോൾ അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമായിരിക്കും ആ മാനദണ്ഡം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറയുകയാണ്, പോയി ആ ക്ലാസ്സിൽ 60 കുട്ടികളിരിപ്പുണ്ട്, അതിൽ നിന്ന് 3 കുട്ടികളെ ഇനി വിളിച്ചുകൊണ്ട് പോവാം, നമുക്ക് അവരെ സ്റ്റേറ്റ് യുവജനോത്സവത്തിന് അയക്കാം എന്ന് പറഞ്ഞാൽ ഞാനതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്താണ്? എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 പേര് അവരെങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയി എന്നുള്ളത് വേറെ ചോദ്യമായിരിക്കും. ചിലപ്പോൾ അവരെല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനത്തോടു കൂടി താണു വണങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഫേവറേറ്റ് ആയത്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവർ നല്ലപോലെ സമർത്ഥരായിട്ട് പഠനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടാകാം. പക്ഷേ എൻ്റെ മാനദണ്ഡം അതല്ല. എൻ്റെ മാനദണ്ഡം എൻ്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൻ്റെ കാരണം വേറെ അന്വേഷിക്കണം. ഇങ്ങനെ ഇപ്പോൾ സയൻസിൽ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ക്വാണ്ടിഫയബിളായിട്ട് പറയാവുന്ന കാര്യങ്ങളിൽ ഈ തർക്കത്തിന് വകുപ്പില്ല. ഓട്ട മത്സരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുന്നത്? എല്ലാവർക്കും കാണാം ആരാണ് ഈ ഫിനിഷിംഗ് ലൈൻ ആദ്യം ക്രോസ് ചെയ്യുന്നത്. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ക്യാമറ റെക്കോർഡിങ് എടുത്ത് ഇപ്പോഴും കാണാമല്ലോ ഒളിമ്പിക്സിലൊക്കെ ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുന്നു. അവിടെ ഒരു മെക്കാനിസം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിഫൈ ചെയ്യാനൊരു ടൂളുണ്ട്. എല്ലായിടത്തും ഇത് കിട്ടില്ല. ദാറ്റ് ഈസ് പ്ലെയിൻലി അൺഫോർച്ചുനേറ്റ് എന്ന് നമുക്ക് പറയാം. അത് ചിലയിടങ്ങളിൽ മാനദണ്ഡം വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ സാഹിത്യത്തിലോ സിനിമയിലോ ഒക്കെ അവാർഡ് വരുമ്പോൾ തർക്കം നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമാണ്. പക്ഷെ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, അവാർഡ് നിർണയ സമിതിയുടെ മാനദണ്ഡം ഏതാണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡമാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ മാർക്ക് തീരുമാനിക്കാൻ. അതിനോട് അംഗീകരിച്ചിട്ട് മാനദണ്ഡമാവും. നമ്മളൊരു സാധാരണ യുവജനോത്സവത്തിന് ജഡ്ജായിട്ട് പോകുന്ന ആളുടെ കയ്യിൽ ഒരു സ്കോർ ഷീറ്റ് കാണുമല്ലോ. അതിനോട് എല്ലായിടത്തിനും സാധ്യമല്ല. അപ്പോൾ നമ്മൾ പരമാവധി ഫെയർ ആക്കാൻ കഴിയുന്ന ഒരു മാനദണ്ഡം. കേരള PSCയുടെ മാനദണ്ഡം എന്താണെന്ന് ആലോചിച്ചോ. കേരള PSC LD ക്ലാർക്ക് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അല്ലെങ്കിൽ പോട്ടെ ടീച്ചർമാരെ നിയമിക്കാനുള്ളൊരു പരീക്ഷ നടത്തുകയാണ്. ഓക്കെ, ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്. എന്താണ് കേരള PSC ഉപയോഗിക്കുന്ന മാനദണ്ഡം? ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റാണല്ലോ ആദ്യം സ്ക്രീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അല്ല, ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അയാളുടെ ടീച്ചിങ് കേപ്പബിലിറ്റി ആണോ? ഓർമ്മ. നല്ല ഓർമ്മയുള്ള ആൾ നല്ല ടീച്ചറാവുമെന്ന് PSCക്കാരെ പറഞ്ഞു കൊടുക്കുക. പക്ഷേ വേറെന്താ മാർഗം? 5 ലക്ഷം പേര് അപ്ലൈ ചെയ്തു. 5 ലക്ഷം പേരെയും കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് നോക്കാൻ പറ്റുമോ? ക്ലാസ് എടുപ്പിച്ച് നോക്കിയാൽ എല്ലാ സ്റ്റുഡൻസും ഒരേപോലെയാണോ എല്ലാ ടീച്ചേഴ്സിനെയും വിലയിരുത്തുന്നത്? ചില കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുന്ന ആളാണ് ഈ ഉദാഹരണം പറഞ്ഞു, ചില കുട്ടികൾക്ക് നോട്ട് കൊടുക്കുന്ന ടീച്ചേഴ്സിനാണ് ഇഷ്ടം. ചില കുട്ടികൾക്ക് പുസ്തകത്തിന് വെളിയിൽ അതിൻ്റെ ഇൻസൈറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇഷ്ടം. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ച് എൻ്റെ ക്ലാസ്സിൽ വേറൊരു സഹപാഠി പറഞ്ഞത് ചവറ് പറയുന്ന സാറെന്നാണ്. എന്ന് വെച്ചാൽ പുള്ളി ഈ സിലബസിൽ നിൽക്കാതെ അതിനെ മറ്റു കാര്യമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നു. ഈ കുട്ടി നോക്കുമ്പോൾ സിലബസിന് വെളിയിലേക്ക് സാറ് പോവുകയാണ്, നോട്ടും തരുന്നില്ല, തീർന്നു, ചവറ് പറയുന്ന സാറ്. വേറൊരു എൻ്റെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പഠിപ്പിക്കുമ്പോൾ അതിൽ വരുന്ന ഇപ്പോൾ സ്ത്രീകളുടെ മെൻസസ് ഇതിനെക്കുറിച്ചൊക്കെ പുള്ളി ഓപ്പണായിട്ട് സംസാരിക്കും. അപ്പോൾ അന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തൊടാതെ പോകുമല്ലോ. ഞാൻ ഞെട്ടിയെന്ന് പറഞ്ഞാൽ ഈ സാറിൻ്റെ ഈ കോളേജിൽ പ്രത്യേകിച്ച് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് 3-4 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുട്ടികൾ ഒരുമിച്ച് വന്നിരിക്കുമല്ലോ. അപ്പോൾ സാറിൻ്റെ പേരുകൾ പറയത്തില്ലായിരിക്കും, ഈ കൂട്ടത്തിൽ ഞാൻ വന്നിരിക്കുന്നതാണ്. ഒരാൾ ഈ സാറിന് വിശേഷിപ്പിക്കുന്നത് തുണ്ട് പറയുന്ന സാറാണ്. ഞാൻ പറഞ്ഞത് നമുക്കൊരു അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പരീക്ഷ നടത്താൻ സ്റ്റുഡൻസിനെ ഇരുത്തി നോക്കിയാൽ പോലും നടക്കില്ല. കാരണം സ്റ്റുഡൻസ് ഒരുപോലെ അല്ല അധ്യാപകരെ വാലിഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ചെറിയ കുട്ടിയാണല്ലേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, പ്രീ പ്രൈമറി പഠിപ്പിക്കുന്ന ടീച്ചറിനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. പ്രീ പ്രൈമറി കുട്ടികളെ കൊണ്ടാണോ നമ്മൾ മാർക്ക് ഇടിക്കാൻ പോകുന്നത്? നമ്മളെങ്ങനെ തീരുമാനിക്കും? എവിടെങ്കിലും നമ്മൾ പൊതുവിൽ ചെയ്യുന്നത് ഫെയർ സെലക്ഷൻ ഉറപ്പിക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബെസ്റ്റ് സെലക്ഷൻ നമുക്ക് അസാധ്യമാണ് പലപ്പോഴും. ഉറപ്പായിട്ട് സബ്ജക്റ്റീവ് നമ്മുടെ ഭാഗമാണ്. ലോകത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണെന്ന് ഞാൻ എങ്ങനെയാണ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്? വേറെ ആളെയാണ് ഇഷ്ടം, നമ്മളെങ്ങനെയാണ് തർക്കിച്ച് ജയിക്കാൻ പോകുന്നത്? അവിടെ തർക്കിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്നുള്ള വ്യത്യാസം നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ പല തർക്കങ്ങളും അങ്ങനെ നടക്കുന്നത്. ആളുകൾ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ രണ്ടുപേർക്കും ഭയങ്കര ഉറപ്പാണ്, ശരിയാണ്. എന്നാൽ വേറൊരു വാദം സാധ്യമാണ് എന്ന് പോലും ഒരുപക്ഷെ നമ്മൾ അക്നോളജ് ചെയ്തില്ലായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലമായിട്ട് വരേണ്ടതിൽപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഇതിനകത്തുണ്ട്. നമ്മളെല്ലാം ഈ ബൈനറി ആയിട്ടാണ് പഠിക്കുന്നത്. ഒന്നുകിൽ ഇത് ശരി അല്ലെങ്കിൽ അത് ശരി. ഗാന്ധിജി ഹീറോ, ഹിറ്റ്ലർ വില്ലൻ. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ നിന്ന് എന്താ പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ എന്താ പഠിച്ചതെന്ന്
അതുപോലെയൊന്നുമല്ല ഇന്ത്യ സ്വാതന്ത്ര്യ സമരം നടന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അത് മനസ്സിലാവാതെ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും കാട്ടിൽ കയറി കഴിഞ്ഞാൽ കായ്കനികൾ ഇഷ്ടം പോലെ പറിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ എൻ്റെ പ്രായക്കാരുണ്ട്. ഇന്ന് വരെ കാട്ടിൽ കയറിയിട്ടില്ല. ബാലരമയിലുള്ള കാടാണ് അവരുടെ മനസ്സിരിക്കുന്നത്. ഞാൻ ട്രക്കിങ്ങിന് പോയിട്ട് വെള്ളം കിട്ടാതെ ദാഹിച്ച് ചാവുന്നതിന് അടുത്തെത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ അറിവിൽ, ബാലരമയിൽ അറിവനുസരിച്ച് കളകളാരവ് മുഴക്കുന്ന ഒരുപാട് അരുവികളുണ്ട്, ഇഷ്ടംപോലെ വെള്ളം കുടിക്കാം. പക്ഷേ കാട്ടിൽ കയറിയിട്ട് പട്ടിണി കിടന്ന് ചാവാത്ത ഭാഗ്യം. നമ്മൾ ഫുഡ് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളങ്ങനെ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി വേറെ കാര്യങ്ങൾ പഠിക്കുകയല്ല ഹയർ എഡ്യൂക്കേഷൻ. പഠിച്ച കാര്യങ്ങളെ തന്നെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു നിന്ന് റിവൈസ് ചെയ്ത് പഠിക്കുമ്പോഴേ ഹയർ എഡ്യൂക്കേഷൻ ആവും. ഓഫ് കോഴ്സ്. കാരണം ലോകത്തിന് മനുഷ്യരെല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലുതാണ്. ഒരാളിന് എല്ലാം കൂടെ ആക്സസ് ചെയ്യാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് പണ്ടില്ലാതിരുന്ന ബ്രാഞ്ചസ് ഇപ്പോൾ ഉള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ കാലത്തില്ലല്ലോ. ഇപ്പോൾ ഫിസിക്സ് ക്ലാസ്സിൽ ആദ്യം പഠിക്കുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ആശയമാണ്. ഗ്രാവിറ്റിയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ എന്ത് പറഞ്ഞു. എക്കണോമിക്സ് ക്ലാസ്സിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞതിനെക്കുറിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും എക്കണോമിസ്റ്റ് ആണോ അതോ ഫിസിസിസ്റ്റ് ആണോ അരിസ്റ്റോട്ടിൽ? അരിസ്റ്റോട്ടിലും നമ്മളുമൊക്കെ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് എല്ലാം കൂടെ കുറച്ച് അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി എല്ലാത്തിലും ഇടപെട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്തൊരു സയൻറ്റിസ്റ്റ് എല്ലാത്തിനും കൂടെ ഇടപെടാൻ പറ്റത്തില്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹൈപ്പർ സ്പെഷ്യലൈസേഷനും സൂപ്പർ സ്പെഷ്യലൈസേഷനും ഒക്കെ ആയിട്ട് ഒരു വിഷയത്തിൻ്റെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഫിസിക്സ് എന്ന് മാത്രം പറഞ്ഞതിന് പൂർണ്ണമല്ല. ക്വാണ്ടം ഫിസിക്സ് ആണോ, ഹൈ എനർജി ഫിസിക്സ് ആണോ എന്ന് പറഞ്ഞാൽ ഫിസിക്സിനകത്ത് തന്നെ ഒരുപാട് പിരിവുകൾ വന്നു. ഡോക്ടർമാരുടെ കാര്യം നോക്കൂ. ഇന്നത്തെ മെഡിസിൻ എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? ഓട്ടോ റൈനോ ലാരിങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കെല്ലാം അറിയാവുന്നൊരു പേര്. ഞാൻ പെട്ടെന്ന് എൻ്റെ വായി വന്ന പേര് അതാണെന്നേ ഉള്ളൂ. ENT സ്പെഷ്യലിസ്റ്റാണ്. ഓട്ടോ റൈനോ ലാരിങ്കോളജിസ്റ്റ് എന്നാണ് മെഡിസിനിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അന്ന് വെറും കാർഡിയോളജിസ്റ്റ് അല്ല, കാർഡിയോ തൊറാസിക് സർജൻ. വെറും കാർഡിയോളജിസ്റ്റ് അല്ല. എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് ഞാൻ പുള്ളിയെ വേറൊരു ഫ്രണ്ടിന് പരിചയപ്പെടുത്തിയപ്പോൾ ഒഫ്താൽമോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒഫ്താൽമോളജിസ്റ്റ് അല്ല, റെറ്റിനൽ സർജൻ. ഞാൻ വെറും കണ്ണല്ല, എൻ്റെ ഏരിയ റെറ്റിനയാണ്. കണ്ണിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ട്. 50 കൊല്ലം മുമ്പ് ഇതില്ല എന്ന് ഞാൻ അത്ര അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനനുസരിച്ചിട്ട് ഈ സാറ് പറഞ്ഞ ഓഷൻ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സിനിമയുടെ ഡയലോഗ് പറഞ്ഞ പോലെ സംഗീതം അനന്തസാഗരമാണ്, ഞാൻ എൻ്റെ തീരത്ത് ഇങ്ങനെ ചിപ്പി പറക്കി നടക്കുന്നു എന്നേ ഉള്ളൂ. പഞ്ചാംഗം എന്നുണ്ട് സാർ എന്താ ഉദ്ദേശിച്ചതെന്ന് പറയാമോ? അൽമനാക്കാണോ? അൽമനാക്ക് എന്ന് വിളിക്കുന്ന സാധനമാണോ? അത് പറയാം. പഞ്ചാംഗം എന്ന വാക്കിന് പല മീനിങ്ങിൽ ആൾക്കാർ ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ടോ? ശരിക്കും അതൊരു സമയഗണനയാണ്. കലണ്ടർ വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന സമയഗണനയുടെ ടൂളാണ്. അതിനകത്ത് സയൻസ് ഇല്ലെങ്കിൽ സമയഗണന സാധ്യമല്ല. നമ്മൾ ഈ നേരത്തെ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ സമയത്തെ അളക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു ബിസിനസ്സാണ്. നമ്മളെങ്ങനെയാണ് 1 സെക്കൻഡ് പറയുന്നത്? അതായത് ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് നീളം അളക്കാൻ എളുപ്പമാണ്. വേറൊരു റെഫറൻസ് വെച്ചാൽ സമയത്ത് നമ്മൾ എന്ത് റെഫറൻസ് വെച്ച് അളക്കും? എന്തെങ്കിലും ഒരു റെഫറൻസ് നമ്മൾ കണ്ടുപിടിച്ച് അളക്കാൻ പറ്റും. പണ്ടൊക്കെ ഗലീലിയൊക്കെ ചെയ്തത് സ്വന്തം പൾസാണ് നോക്കിയത്. അതിങ്ങനെ ഹൃദയമിടിപ്പിനൊരു താളമുണ്ട്, അത് ഒരേ സ്പീഡിലാണ് ഇടിക്കുന്നത്. അപ്പോൾ ഇത്ര പൾസായാൽ ഇത്ര സമയം എന്നൊരു അളവുണ്ടാക്കി. ഗലീലിയോ എന്ന് പറയുന്നത് അത്ര മുമ്പ് ജീവിച്ചിരുന്ന ആളൊന്നുമല്ല. ഗലീലിയുടെ കാലത്ത് ക്ലോക്കില്ല. അന്ന് റഫാണ്. നമ്മൾ മറ്റേ ഈ സാൻഡ് ക്ലോക്കൊക്കെ ഉപയോഗിക്കത്തില്ലേ? മണൽ താഴേക്ക് വീഴുന്നത് എത്ര സമയം കൊണ്ടാണ്, എത്ര ഹൈറ്റിൽ മണൽ വീണുന്നതനുസരിച്ചിട്ട് സമയത്തിൻ്റെ ഒരു പോക്ക് നമുക്ക് ഏതാണ്ട് അറിയാൻ പറ്റും. മണൽ തരിയുടെ വലിപ്പം മാറിയാൽ ഇത് മാറും. സാൻഡ് ക്ലോക്കിൻ്റെ ആ നടുക്കുള്ള ഹോള് മാറിയാൽ ഒരു തരി അവിടെ വന്ന് അടഞ്ഞിരുന്നാൽ ക്ലോക്കിൻ്റെ കണക്ക് തെറ്റും. അപ്പം സമയഗണന എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ബിസിനസ്സാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മോഷനെ അവലംബപ്പെടുത്തി മാത്രമേ നമുക്ക് സമയം അളക്കാൻ പറ്റൂ. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആകാശത്തെ വസ്തുക്കളുടെ ചലനമാണ്. ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റൈസിങ് ആൻഡ് സെറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നമുക്കറിയാൻ പറ്റും ഏതാണ്ട് ഒരേ സ്പീഡിലാണ് പോകുന്നത് കാണാം. അതൊരു സമയഗണനയ്ക്ക് പറ്റിയ ഒരു മാർഗ്ഗമാണ്. അപ്പോൾ പറയുന്നത് 5 ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൂര്യൻ 5 തവണ ഉദിച്ചസ്തമിക്കുന്നതിന് മുമ്പ് എന്നാണ്. വേറൊരു ചലനം ആകാശത്ത് ചന്ദ്രൻ്റെ ചലനമാണ്. ചന്ദ്രൻ ഇങ്ങനെ നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കി ചന്ദ്രൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. അത് ഓരോ 27 ദിവസം കഴിയുമ്പോഴും പിന്നെയും പഴയ സ്ഥാനത്ത് വരുന്നു നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ചന്ദ്രനെ ഒരു ബേസ് ചെയ്തിട്ട് നമുക്കൊരു സമയഗണന സാധ്യമാണ്. ഇനി സൂര്യൻ്റെ സ്ഥാനം ഉദിക്കുന്നതിന് അസ്തമിക്കുന്നതല്ല, സൂര്യൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ അതും മാറുന്നുണ്ട്. അത് ഓരോ വർഷവും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ഭൂമിയുടെ സ്വയം കറക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ദിവസം, ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള കറക്കത്തെ അടിസ്ഥാനപ്പെടുത്തി മാസം, സൂര്യൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള എന്ന് അന്ന് വിചാരിച്ചു. ഇന്ന് ഭൂമി സൂര്യന് ചുറ്റും പോകുന്നതാണ് നമുക്കറിയാം.
അതനുസരിച്ചിട്ട് ഒരു വർഷം. ഇങ്ങനെയാണ് നമ്മൾ ദിവസം, മാസം, വർഷം എന്നിങ്ങനെ 3 കണക്കുകൾ ഉണ്ടാക്കിയത്. പക്ഷേ ഫോർമലായിട്ട് നമുക്ക് സമയഗണന അറിയണമെന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം നമുക്ക് ലോങ് ടേം കൂട്ടണമെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും നീളം കൂടിയത് വർഷമാണ്. പക്ഷേ ഈ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ആ ചലനത്തിൻ്റെ മൾട്ടിപ്പിൾസ് അല്ല സൂര്യന് ചുറ്റും ഭൂമി പോകുന്ന സമയം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭൂമി ഒരു തവണ ചുറ്റും കറങ്ങുന്നതാണ് ഒരു ദിവസം. ഓക്കെ, ചന്ദ്രൻ ഒരു തവണ ഭൂമിക്ക് ചുറ്റും പോകുന്നതാണ് ഒരു മാസം. സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഒരു തവണ കറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുന്നതാണ് ഒരു വർഷം. ഭൂമി കറങ്ങാനെടുക്കുന്ന സമയത്തിൻ്റെ മൾട്ടിപ്പിൾ അല്ല സൂര്യൻ കറങ്ങാനെടുക്കുന്നത്. സൂര്യൻ ഒരു തവണ കറങ്ങി വരുന്ന സമയം കൊണ്ട് ഭൂമി 365 തവണ കറങ്ങിയിട്ട് കുറച്ചുകൂടി കറങ്ങും, ഒരു കാൽഭാഗവും കൂടെ കറങ്ങും. കലണ്ടർ ഉണ്ടാക്കണമെങ്കിൽ ഈ കാൽഭാഗം ഇവിടെ വെക്കും. 4 ദിവസം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ദിവസത്തിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് കലണ്ടർ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഈ കാലവിടെ ബാക്കി ഇട്ടിട്ട് 4 തവണ കഴിയുമ്പോഴത്തേക്കും കാല് 4 എണ്ണം ചേർന്ന് ഒന്നാവും. ആ 4ാമത്തെ വർഷത്തിൽ ഈ ഒന്നങ്ങ് ചേർത്താൽ മതി. അവിടെ അടുത്ത പ്രശ്നമുണ്ട്. ഈ കാൽ കറക്കം എന്ന് പറഞ്ഞാൽ 0.25 ആണെന്ന് നമ്മൾ വിചാരിക്കും, 0.24 ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം കയറുമ്പോൾ കുറച്ച് കൂട്ടിയാണ് നമ്മൾ കയറ്റുന്നത്, ഓവർ കറക്ഷനാണ്. ഇതെന്ത് ചെയ്യും? ഇതിന് നമ്മൾ കണ്ടുപിടിച്ച് മാറുക 400 വർഷം കൂടുമ്പോൾ ഇതിലൊരെണ്ണം കുറയ്ക്കാന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന വർഷം ലീപ്പ് ഇയർ എന്ന് പറയും. 2100 ലീപ്പ് ഇയർ ആണ്. 2100 ലീപ്പ് ഇയർ അല്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 400 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലേ അതിനെ ലീപ്പ് ഇയർ ആയിട്ട് കൂട്ടാവുന്നതാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്? ഈ സിസ്റ്റം ഉണ്ടാക്കാനാണ്. ഇനി ഇതെല്ലാം ചെയ്താലും ഇതിന് വേറെ ഒരുപാട് ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവിൽ വ്യത്യാസം വരും. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് കലണ്ടറും ശരിക്കുള്ള സീസൺസും തമ്മിൽ ഷിഫ്റ്റ് ചെയ്ത് പോകും. മലയാള മാസം ഇപ്പോഴും നമ്മളെ കണിക്കൊന്ന പൂക്കുന്ന മീനമാസത്തിലാണ്. എന്തുകൊണ്ട്? കലണ്ടറിൻ്റെ ഷിഫ്റ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കൃഷിയെ നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കലണ്ടറാണ് മലയാളം കലണ്ടർ. നമ്മൾ മനുഷ്യരെന്ന സൊസൈറ്റി എന്ന രീതിയിൽ കൃഷിയിൽ ഡിപ്പെൻഡൻസ് കുറഞ്ഞപ്പോൾ കലണ്ടർ കറക്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യാതായി. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതുകൊണ്ട് സിവിൽ കലണ്ടർ, ഇൻ്റർനാഷണൽ സിവിൽ കലണ്ടർ ഉപയോഗിക്കുന്നു. പണ്ട് അതല്ല മാർഗം. പണ്ട് എല്ലാവർക്കും ഈ കാൽക്കുലേഷൻ നടത്താൻ പറ്റത്തില്ല, കുറച്ച് പേർക്കേ പറ്റുള്ളൂ. അത് മിക്കവാറും നാട്ടിലെ പുരോഹിതന്മാരോ കൊട്ടാരം ജോത്സ്യനോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അവർ ഈ കലണ്ടർ സമയഗണനയ്ക്ക് ഉണ്ടാക്കിയ ഫോർമൽ സംവിധാനമാണ് നമ്മൾ അൽമനാക്ക് എന്ന് ഇംഗ്ലീഷ് വിളിക്കുന്ന, പഞ്ചാംഗം എന്ന് മലയാളത്തിൽ പൊതുവെ വിളിക്കുന്ന സംവിധാനം. അത് സമയഗണനയാണ് അവിടെ ചെയ്യുന്നത്. കലണ്ടറിൻ്റെ പഴയ രൂപമാണ്. കലണ്ടർ വന്നിട്ടും നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം വേറെയാണ്. കലണ്ടർ വന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. അതായത് നിങ്ങൾ ഈ റോഡിൽ കൂടെ റോൾസ് റോയ്സ് കാറും ബെൻസും പോകുന്നതിനിടയിൽ കൂടെ കാളവണ്ടിയും കൂടെ പോകുന്ന കണ്ടാൽ അതിൻ്റെ അർത്ഥം കാളവണ്ടിക്കാരൻ കുറച്ച് പിറകിലാണ് കിടക്കുന്നതെന്നാ. അത്രേ ഉള്ളൂ. പഞ്ചാംഗം എന്താണെന്ന് പറയും. നമ്മൾ എന്തിനാണ് കുട്ടികൾക്ക് 28 കെട്ടുന്നത്? ഇന്നിവിടെയൊക്കെ ചടങ്ങില്ലേ ഇപ്പോഴും 28? എന്തിനാണ്? കുഞ്ഞിന് പറഞ്ഞുകൂടെ കെട്ടുന്നവർക്കും അറിയത്തില്ല. 28-ന് ചരട് കെട്ടണം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാലങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വരുന്നു, ചെയ്യുന്നു. പണ്ട് കുഞ്ഞിന് 1 മാസം പ്രായമാവുന്ന മാർക്ക് ചെയ്യുന്നതാണ്. എന്താ? ചന്ദ്രൻ്റെ പൊസിഷൻ വെച്ചാണ് കുഞ്ഞിൻ്റെ പ്രായം നോക്കിയിരുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോൾ ചന്ദ്രൻ എവിടെ നിൽക്കുന്നതെന്ന് നോക്കും. ആ അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ പേര് കുഞ്ഞിന് കൊടുക്കും. അതാണ് ആ കുഞ്ഞ് ജനിച്ച ജന്മനാൾ. അശ്വതി നക്ഷത്രത്തിനടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ച കുഞ്ഞിന് അശ്വതി നക്ഷത്രമാണെന്ന് പറയും, ജന്മനക്ഷത്രം. അടുത്ത ദിവസം ചന്ദ്രൻ ഭരണിയുടെ അടുത്ത് പോകും. പിന്നെ കാർത്തിക, രോഹിണി, മകയിരം, പുണർതം പോയി വന്നിങ്ങനെ 27ാമത്തെ ദിവസം രേവതിയിലെത്തും. അപ്പോൾ ഈ കുഞ്ഞ് കുറച്ച് നാൾ മുമ്പ് ജനിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ രേവതിയിലടുത്താണ് നിൽക്കുന്നതെങ്കിൽ കുഞ്ഞ് ജനിച്ചിട്ട് 28 ദിവസമായി എന്നറിയാം. 27 ദിവസമായി. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ചന്ദ്രൻ പിന്നെ അശ്വതിയിൽ വരും. അപ്പോൾ ഒരു സർക്കിൾ പൂർത്തിയായി. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിൻ്റെ അരയിൽ ഒരു നൂല് 28ാമത്തെ ദിവസം കെട്ടിക്കൊടുക്കുന്നത്. ചന്ദ്രൻ്റെ ഒരു സർക്കിളിനെയാണ് നമ്മളൊരു മാസം എന്ന് വിളിക്കുന്നത്. മന്ത് എന്ന് പറയുന്ന വാക്കും മൂൺ എന്ന് പറയുന്ന വാക്കും മെൻസസ് എന്ന് പറയുന്ന വാക്കും എല്ലാം ഒരേ വാക്കിൽ നിന്ന് വരുന്നതാണ്. എല്ലാം ഏതാണ്ട് 28 ദിവസത്തിൻ്റെ ഒരു കണക്കാം. എന്നിട്ട് ഈ നൂലൊരറ്റം നീട്ടിയിടുമായിരുന്നു പണ്ട്. എന്തിനാണ്? അടുത്ത ഇനി സർക്കിളുണ്ട് ചന്ദ്രന്. ആ സമയത്ത് ഈ നൂല് നീണ്ടു കിടക്കുന്ന നൂലിൽ ഒരു കെട്ടിടും. അവസാനം കുഞ്ഞ് ഹനുമാനെ പോലെ വാലുമായിട്ട് നടക്കുമ്പോൾ കുഞ്ഞ് കുറച്ച് വലുതാവും. വലുതാവുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച പിന്നെ സ്ലോ ആണ്. നമുക്ക് പിന്നെ ഈ ദിവസങ്ങൾ എണ്ണണ്ട, പിന്നെ വർഷങ്ങൾ കൂട്ടിയാൽ മതി. അതിന് സൂര്യനുണ്ട്. ഈ 28 കെട്ടുന്നത് 1 മാസം പ്രായമെന്ന് അറിയിക്കാനാണ്. ഇന്ന് എത്ര പേർക്ക് അറിയാം ഈ കെട്ടുന്നത് 28ാമത്തെ ദിവസം കെട്ടുന്നത്? 28 നമുക്കൊരു 40-ന് കെട്ടിയാൽ പോരെന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കെട്ടണമെന്നേ ഉള്ളൂ, ചടങ്ങാണ്. അത് 28 ആ ചോദിക്കുന്ന അർത്ഥം എന്തിനാണ് കെട്ടുന്നതെന്ന് അറിഞ്ഞൂടാ. അത് മനുഷ്യൻ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ബയാസാണ്. എല്ലാവരും ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. വെറുതെ നമ്മളായിട്ട് ഇതിനെ എതിർക്കാൻ നിൽക്കേണ്ട, അങ്ങ് ചെയ്യാം.
നഷ്ടമൊന്നുമില്ലല്ലോ. എന്തായാലും ആ അരയെ കുഞ്ഞ് പറയത്തില്ലല്ലോ എൻ്റെ അരയെ കെട്ടരുതെന്ന്. ധൈര്യമായിട്ട് കെട്ടാം. കുറച്ചുകൂടെ വലിയ 18ാമത്തെ വയസ്സിലാണ് അര നൂല് കെട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. എത്ര കുഞ്ഞുങ്ങൾ കെട്ടാൻ നിന്ന് തരും? അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാവില്ല. അതാണ് നമ്മൾ പിന്നെ വേറെ കെട്ടൊക്കെയാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ പഞ്ചാംഗത്തിൻ്റെ പർപ്പസ് അതാണ്. കലണ്ടറും ക്ലോക്കും ഇല്ലാതിരുന്നൊരു കാലത്ത് നമ്മൾ ഗ്രഹനിലയൊക്കെ അങ്ങനെ ഉണ്ടായത്. കലണ്ടറും ക്ലോക്കും ഇന്നത്തെ പോലെ ഫോർമൽ. ഞാൻ പറഞ്ഞ ഗലീലിയോ എന്ന് പറഞ്ഞാൽ 1600 ജീവിച്ചിരുന്ന ആളാണ്. അന്ന് പോലും നമുക്ക് കൃത്യമായി സമയം അളക്കാൻ ഒരു ക്ലോക്കില്ല. അതെ, ഞാൻ അത് തന്നെ പറഞ്ഞ ആ രീതിശാസ്ത്രം പിൻവറ്റുന്നത് കൊണ്ടാണ് അത് ഉപയോഗിച്ച് നമുക്ക് സമയം കണക്കാക്കാൻ പറ്റുന്നത്. ഇന്നും പറ്റും, പക്ഷേ ബെറ്റർ ടൂൾസ് ഈസിലി ആക്സസിബിൾ ആകുമ്പോഴും അത് ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ചന്ദ്രമാസം കൂടുതലും ആൾ ഉപയോഗിച്ചിരുന്നത് 354 ദിവസം. 354 ദിവസം, 11 ദിവസം കുറവാണ്. അതിൻ്റെ കാരണം ഇത് കലണ്ടർ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ആവശ്യത്തിന് ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ്. ഈ സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറാണ് നമുക്ക് കൃഷിക്ക് വേണ്ടത്. അപ്പോൾ കൃഷി ഇമ്പോർട്ടൻ്റ് ആയിരുന്ന സ്ഥലങ്ങളിലെല്ലാം സൂര്യനെ ട്രാക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സീസൺസ് റിപ്പീറ്റ് ചെയ്യുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ കൃഷിക്ക് സീസൺ ഉപയോഗിച്ചേ പറ്റും. മഴ എപ്പോൾ വരുന്നു, വേനൽ എപ്പോഴാണെന്ന് അറിഞ്ഞാലേ കൃഷി ചെയ്യാൻ പറ്റും. കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലാത്ത സമൂഹങ്ങൾ, ഉദാഹരണത്തിന് അറേബ്യൻ നാടുകൾ കൃഷി പ്രായോഗികമല്ല. അവിടെ കുറച്ചുകൂടി ഈസിയാണ് ചന്ദ്രനെ വെച്ച് കലണ്ടർ ഉണ്ടാക്കാൻ. കാരണം ചന്ദ്രനെ നമുക്ക് നേരിട്ട് കാണാം. സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാറിനെ കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞു പോയപ്പോൾ ആരും ചോദ്യം ചെയ്തില്ല. സൂര്യൻ പകൽ നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റാറിനെ കാണുന്നത്? സൂര്യൻ്റെ സാന്നിധ്യം നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ ഏത് നക്ഷത്രമാണ് സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നത്. എന്നിട്ടും സൂര്യനെ അപേക്ഷിച്ച് കലണ്ടർ ഉണ്ടാക്കുന്നത് കൃഷിക്ക് അത്രയും ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് സോളാർ കലണ്ടേഴ്സ് ഉണ്ടായത്. അപ്പോൾ അവിടെ നമുക്ക് അവിടെയാണ് ഈ ലീപ്പ് ഇയറിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന സംഗതിയാണ് പണ്ട് ജൂലിയസ് സീസറിൻ്റെ കാലത്ത് കൊണ്ടുവരുന്ന കലണ്ടർ റിഫോമാണ്. അത് കഴിഞ്ഞിട്ട് പോപ്പ് ഗ്രിഗറിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്ന റിവിഷൻ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ്? ഗ്രിഗോറിയൻ കലണ്ടർ വരുന്ന സമയത്ത് പണ്ട് ജൂലിയൻ കലണ്ടർ വരുമ്പോഴത്തേക്കും ഈസ്റ്റർ എന്ന് ഈസ്റ്റർ വരുന്നത് രാത്രിയും പകലും തുല്യമായി വരുന്ന സമയത്തായിരുന്നു. അങ്ങനെയാണ് ഈസ്റ്റർ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് മാറുന്നതിനനുസരിച്ചിട്ട് ഇത് ഷിഫ്റ്റായി പോകും. പോപ്പ് ഗ്രിഗറിയുടെ കാലം എത്തുമ്പോഴത്തേക്കും നല്ല വേനൽക്കാലം, നല്ല മഞ്ഞ് കാലത്ത് പകലിൻ്റെ ദൈർഘ്യം വളരെ കുറഞ്ഞ സമയത്താണ് ഈസ്റ്റർ വരുന്നത്. അപ്പോൾ മനസ്സിലായി കലണ്ടറിന് മാറ്റിയേ പറ്റൂ. അങ്ങനെയാണ് 11 ദിവസം കളഞ്ഞിട്ട് ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വരുന്നത്. കലണ്ടർ റിഫോംസിൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ കണക്കുണ്ട്. നമ്മുടെ ജീവിതക്രമങ്ങളെ ഈ നക്ഷത്ര ഗ്രഹങ്ങളുടെ ചലനമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരാക്രമങ്ങളാണ് നമ്മുടെ കലണ്ടർ റിഫോംസിൻ്റെ ചരിത്രം. ഇപ്പോഴതില്ല എന്നാണോ? UN-ൻ്റെ കീഴിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ സിസ്റ്റംസ് ആൻഡ് റെഫറൻസ് സർവീസസ്. അവരുടെ പണി ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് മാറുന്നുണ്ടോ എന്ന് നോക്കലാണ്. അത് CCM എന്ന് പറയുന്നൊരു ആറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇൻ്റർനാഷണൽ അറ്റോമിക് ടൈം ഉണ്ട്. അതുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അത് തമ്മിൽ 1 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ കൂടുതൽ വന്നാൽ അവർ ലീപ്പ് സെക്കൻഡ് ആഡ് ചെയ്യാൻ പറയും. 2016 ഇതുപോലെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. 11:59 കഴിഞ്ഞാൽ ഉടനെ 12 മണി, പിറ്റേന്ന് ദിവസം ആവില്ല. 11:59, 11:60 കഴിഞ്ഞിട്ടാണ് അടുത്ത ദിവസം ആയത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഉപകരണങ്ങളൊക്കെ വളരെ മൈക്രോ സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. നമ്മുടെ ജീവിതം കൂടുതൽ കോംപ്ലക്സ് ആയി എന്നുള്ളതുകൊണ്ട്. പക്ഷെ പറഞ്ഞു വന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. നമുക്ക് കലണ്ടർ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ ചന്ദ്രനെ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് തന്നെ 2 രീതിയിൽ ചെയ്യാം. ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നൊരു ചലനമുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ലൂണാർ കലണ്ടർ. ഞാൻ പറഞ്ഞ ജന്മനക്ഷത്രം നോക്കുന്നത് ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൻ്റെ അടുത്താണെന്നുള്ളതാണ്. അറേബ്യൻ കൾച്ചർ ചെയ്ത് അങ്ങനെയല്ല. ചന്ദ്രൻ്റെ ഫേസ് റിപ്പീറ്റ് ചെയ്തു. ന്യൂ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരാൻ എത്ര സമയം വേണം? അതും ചന്ദ്രൻ ഒരേ നക്ഷത്രം അടുത്ത് വരുന്നതിനുള്ള സമയം വ്യത്യാസമാണ്. ചന്ദ്രൻ 27 ദിവസം കഴിയുമ്പോൾ പഴയ നക്ഷത്രത്തിൻ്റെ അടുത്ത് തിരിച്ചു വരും. പക്ഷേ ചന്ദ്രൻ്റെ ഫേസ് പഴയപോലാവണമെങ്കിൽ 29 ദിവസം കഴിയണം. അപ്പോൾ ആ 29 ദിവസമാണ് അവിടുത്തെ ഒരു മാസം. അങ്ങനെ 29ൻ്റെ 12 മാസങ്ങൾ ചേർത്താണ് ഒരു വർഷം എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണി വരുമ്പോൾ അറിയാം 11 ദിവസത്തിൻ്റെ കുറവ് വരും. അപ്പോൾ കലണ്ടർ നമ്മൾ ഇൻ്റർനാഷണൽ സിവിൽ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഓരോ വർഷവും ഈ റംസാൻ വരുന്നത്, ആ മാസപ്പുറ വരുന്നത് 11 ദിവസം നേരത്തെയാണ്. അവിടെ നിങ്ങൾ ഈ സീസണുമായിട്ടുള്ള കണക്ഷൻ നോക്കിയാൽ മാത്രമേ ഉള്ളൂ കോംപ്ലിക്കേഷൻ. ഇല്ലെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ദാറ്റ് ഇസ് ദ റീസൺ. അങ്ങനെ ഒരുപാടുണ്ട്. ജൂയിഷ് കലണ്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷം കൂടുമ്പോൾ അവർ കലണ്ടറിൽ ഒരു മാസം കൂടുതൽ ചേർക്കും. ഒരു ദിവസമല്ല, ഒരു മാസം. അതിനെ ഇന്റർ കാലറി മന്ത്സ് എന്ന് വിളിക്കും. കലണ്ടർ റിഫോംസിനെ കുറിച്ച് മാത്രം നമുക്ക് ഒരു ദിവസം മുഴുവൻ പറയാനുള്ള ചരിത്രമുണ്ട്. സാറ് ചോദിച്ച അൽമനാക്കിൻ്റെ ചരിത്രമായിട്ട് അതിന് കണക്ഷനുണ്ട്. നേരിട്ടാണ് നമ്മൾ പ്രകൃതിയിൽ നമ്മൾ നടക്കുന്ന കടമങ്ങളുമായിട്ട് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകാം എന്ന അഭ്യാസമാണ് ഈ വലിയ പരാക്രമങ്ങളുടെ എല്ലാം പിന്നിൽ. അതെനിക്ക് ശരിക്കും കടിക്കാത്ത പട്ടി കൊണ്ട് സൂക്ഷിക്കാമെന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പ്രത്യേകിച്ച് മൊബൈൽ ടവറുകളുടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് കോഷൻ നോൺ അയണൈസിങ് റേഡിയേഷൻ. അതങ്ങനെ തന്നെയാണ്, അതിൻ്റെ മീനിങ് അതാണ്. അത് സോഷ്യൽ പ്രഷർ കാരണം എഴുതി വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം മൊബൈൽ ടവറിനെതിരാണ്, പക്ഷേ മൊബൈലിൽ എല്ലാവർക്കും റേഞ്ചും വേണം. അപ്പോൾ കോൺട്രഡിക്റ്റിംഗ് ഡിമാൻഡ് ആവശ്യമാണ്. മൊബൈലിന് റേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ടവറും വേണ്ടി വരും. പിന്നെ ടവറിനെയാണ് ആളുകൾക്ക് പേടി, ഫോണിനെ അല്ല. പക്ഷേ സയൻറ്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ടവറിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന എനർജിയേക്കാൾ വളരെ മടങ്ങ് കൂടുതലാണ് ഫോണിൽ നിന്നും. നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന ഫോണാണ് നിങ്ങളോട് കൂടുതൽ ചേർന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ടവറിനെ പേടി. അത് വേറൊന്നുമല്ല, മനുഷ്യൻ കാലങ്ങളായിട്ട് ചരിത്രപരമായിട്ട് വലിയ വസ്തുക്കളെ പേടിച്ചാണ് ശീലിച്ചിട്ടുള്ളത്. ഡോൺ ക്വിക്സോട്ടിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഈ വലിയ സാധനത്തിനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഹീറോയിസം വരിക. അപ്പോൾ നമുക്കല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര വലിയൊരു ഡാമിൻ്റെ അടുത്ത് നിന്ന് അതിലേക്ക് നോക്കിക്കോളൂ, നിങ്ങൾക്ക് തോന്നുന്ന വികാരം എന്താണ്? ദാറ്റ് ഈസ് ടു ലാർജ് ടു ഫിറ്റ് ഇൻ യുവർ ഫീൽഡ് ഓഫ് വിഷൻ. നിങ്ങൾക്ക് ചെറിയ പേടി വരും. പല സിനിമകളിലും ഹൊറർ സിനിമ ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സ് ഉപയോഗിക്കുന്ന മാർഗം തന്നെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഡ്യുവൽ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ട്രക്കാണ് ഒരു ക്യാരക്ടർ, ലോറിയാണ്. ഒരു ഫ്രെയിമിലും ആ ലോറി ഫുള്ള് കാണിക്കുന്നില്ല, ലോറിയുടെ ഒരു പാർട്ട് മാത്രമേ ഫ്രെയിമിൽ കാണൂ. അതെന്തോ ഒരു ഭീകര സാധനമാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കും. ആ ലോറിയെ മൊത്തം കണ്ടാൽ പോയി. അപ്പോൾ ഈ ടവർ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊന്ന് തോന്നി സംഭവം എന്തോ പ്രശ്നമാണ്. ഒന്നുമില്ല, ഇത് മുകളിൽ വെക്കണം, അതുകൊണ്ട് ഉയരം വേണം. ഉയരത്തിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ബേസ് ഏരിയ ഇല്ലെങ്കിൽ കാറ്റത്ത് മറിയും, അതുകൊണ്ട് കുറച്ച് ബേസ് ഏരിയയും വേണം. എന്നാൽ ഈ സാധനത്തിനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് കമ്പി മാത്രം മതി, ഏരിയ മാത്രം ഉണ്ടാക്കിയാൽ മതി. അത്രയും കെട്ടിടം പോലെ കെട്ടി പണിയേണ്ട കാര്യമില്ല. മുകളിലിരിക്കുന്ന ആൻറ്റിനെയാണ് പ്രശ്നം. പിന്നെ അതിന് പവർ കൊടുക്കാൻ താഴെ ഒരു പവർ യൂണിറ്റും കാണും. ഇത്രേ അതിനകത്തുള്ളൂ. മൊബൈൽ റേഡിയേഷൻ ഉപയോഗിക്കുന്നത് ഭയങ്കര പവർ കുറഞ്ഞ എനർജിയാണ്, മൈക്രോവേവ്സ് എന്ന് പറയുന്ന പവറാണ്. അത് നമുക്ക് നേരിട്ട് നമ്മളെ സെൽസിനെ ഒന്നും ബാധിക്കാനുള്ള പവർ അതിനില്ല. ഓക്കെ, ഈ മൊബൈലിന് പവർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഒരു പഠനങ്ങളും നമ്മുടെ ശരീരത്തിൽ നേരിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്നതിന് പറ്റുമെന്ന് തെളിയിക്കുന്നതേ ഇല്ല. പക്ഷേ ജനറലി ആളുകൾക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് കമ്പനികളെല്ലാം ഒരു സേഫ്റ്റിക്ക് ഇങ്ങനൊരു സംഗതി എഴുതി. അത് നിങ്ങൾ ഈ ഫോണിനോടൊപ്പം വരുന്ന യൂസർ മാനുവൽ വായിച്ചിട്ടുണ്ടോ? നമുക്ക് യൂസർ മാനുവൽ വായിക്കുന്ന ശീലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇനി ഇത് കാരണം എന്തെങ്കിലും അപകടം ഉണ്ടായാൽ കേസിന് പോകുമ്പോൾ അവർ പറയും ഞങ്ങളിത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. വെറുതെ കേസ് നിർത്താൻ വയ്യാത്തതുകൊണ്ട് എഴുതി വെക്കുന്നതാണ്. നിങ്ങൾ ബൈക്ക്, ഒരു പുതിയ മോട്ടോർ ബൈക്ക് വാങ്ങിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന യൂസർ മാനുവൽ വായിച്ച് നോക്കിയാൽ അറിയാം, ഇത് ചെയ്തില്ലെങ്കിൽ മരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചിലയിടത്ത്. നമുക്ക് വായിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് വായിച്ചാൽ പിന്നെ ബൈക്ക് എടുക്കാൻ തോന്നില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഗൈഡ് ലൈൻ പാലിച്ചില്ലെങ്കിൽ യു മേ ബി കിൽഡ് ഓർ സീരിയസ്ലി ഇഞ്ചേർഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബൈക്ക് ഓടിക്കുമ്പോൾ ഷൂസ് ഇട്ടേ ഓടിക്കാമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് ഷൂസ് ഇടണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്ലിപ്പർ ചെരുപ്പിട്ടുകൊണ്ട് ബൈക്ക് ഓടിക്കരുത്. ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കാല് കുത്തുന്ന നേരത്ത് കാലിൽ നഖം പൊട്ടിയാൽ ചോദിക്കരുത്, ബൈക്കിൻ്റെ അടുത്ത് കമ്പനിക്ക് പരാതി കൊടുക്കരുത്. ഇല്ല, ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഷൂസേ ഇടാവും. അപ്പോൾ അവരവരുടെ ഭാഗം സേഫാക്കി വെക്കുന്നതുകൊണ്ടാണ് കോഷൻ നോൺ അയണൈസിങ് റേഡിയേഷൻ അവിടെ എഴുതി വെച്ചേക്കുന്നത്. കടിക്കാത്ത പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്ന പോലെ. ഞാൻ ഔപചാരികമായിട്ട് നന്ദി പറയുന്നതിന് മുമ്പേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മനസ്സെല്ലാം വൈശാഖന് നന്ദി പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെല്ലാവരും, ഞാൻ പ്രത്യേകിച്ച് എല്ലാ ആളുകളും 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സാധ്യതയുള്ള ക്ലാസ്സുകളിലൊന്ന് സയൻസാണ്. പക്ഷേ വൈശാഖനോട് പറഞ്ഞ പോലെ മുൻപിലിരിക്കുന്നവരല്ല പിന്നിലിരിക്കുന്നവരും ഒരു നിമിഷം പോലും ശ്രദ്ധ തെറ്റിയിട്ടില്ല അവർക്ക് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് അദ്ദേഹത്തിന് ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും വളരെ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്തുന്ന രൂപത്തിൽ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒരാഴ്ച മുമ്പേ ഒരു വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു, ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരു ഡോക്ടറാണ്. ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അദ്ദേഹത്തിന് രോഗികളെ കിട്ടണം, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആവർത്തിച്ച്, കാരണം കേൾക്കുന്ന ആളുകൾ ഇപ്പോൾ ഓരോ ചോദ്യം, ഇപ്പോൾ നമ്മളാരും വൈശാഖനോട് ചോദ്യം ചോദിച്ചിരുന്നില്ല. ആദ്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളെന്താണ് ഇങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നത്, നിങ്ങളെന്താണ് മൂങ്ങാളെപ്പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സംസാരം കുറച്ചും പോയപ്പം അരോചകമായി തോന്നിയപ്പോൾ നിർത്തി. കാരണം എൻ്റെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നി. ഇവിടെ അതല്ല. വൈശാഖൻ്റെ ആദ്യം തന്നെ ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിനൊരു ശാസ്ത്ര പരിപാടി. ഞാൻ ഒരിക്കലും ശാസ്ത്രത്തിൻ്റെ ആളല്ല, ഞാൻ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ
സ്ഥിരമായിട്ട് നോക്കുന്ന ആളായതുകൊണ്ട് ആകസ്മികമായിട്ടാണ് കേട്ടത്. പക്ഷേ പിന്നീട് എൻ്റെ സ്ഥിരം കേൾവിയിൽ ഒന്ന് വൈശാഖൻ്റെ ഈ പ്രഭാഷണങ്ങളായിരുന്നു, ഗംഭീരമായിട്ട്. ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോയിൽ കാണുന്ന രൂപം തന്നെയായിരിക്കും ഏത് സമയത്തും സംസാരിക്കുമ്പോൾ എപ്പോഴും ആ ചിരിച്ച മുഖം, പ്രസാദാത്മകമായിട്ടുള്ള മുഖം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർക്ക് ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി ഇഞ്ചക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകൾക്കിടയിൽ സയൻസായിട്ട് പോലും അദ്ദേഹം 1 മണിക്കൂർ സംസാരിച്ചു, ബാക്കിയുള്ള 1 മണിക്കൂർ ഇനിയും ചോദ്യം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഞാൻ അവസാനിക്കുന്നതിന് മുമ്പേ എന്നൊരു വാക്ക് പറഞ്ഞല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞു, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സയൻസായിട്ട് ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണത്തിലെ ഒരു കൗതുകം, നമ്മൾ ഉണ്ടാക്കി തീർത്തുള്ള ഒരു കൗതുകമാണ്. അങ്ങനെ ഒരു കാര്യം അത് ഈ ഇതിൽ അടുത്ത തവണ ആര് വേണം എന്നുള്ള കാര്യത്തിൽ സുധാകരൻ മാഷ് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പേരിലൊന്ന് ഒരു ലിസ്റ്റ് കൊടുത്തു. അതിൽ ആദ്യത്തെ പേര് വൈശാഖൻ തമ്പിയുടെ ആയിരുന്നു. കാരണം അത്രയും ഗംഭീരമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ആ പേര് നിർദ്ദേശിച്ചതിൽ എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വന്നതിന് ഇത്രയും സമയം ചെലവഴിച്ചു, നന്നായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് പ്രത്യേകമായി എൻ്റെ പേരിൽ തന്നെ നന്ദി പറയുന്നു. സെറീന ട്രസ്റ്റിൻ്റെ പേരിൽ നമുക്കെല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ബാക്കിയുള്ള ആളുകളോട് നന്ദി. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ആൾ. സുധാകരൻ മാഷോട് തീർച്ചയായിട്ടും പറയേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹമാണ് നമ്മുടെ തലതൊട്ടപ്പൻ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി വൈശാഖൻ തമ്പിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.